സത്യം പറഞ്ഞ ഒരു 20 വയസ്സ് ഉള്ളൊരു പെൺകുട്ടിക്ക് വെൻ വി ലവ് ഫാഷൻ ആൻഡ് ട്രാവൽ ആൻഡ് ഓൾ ദാറ്റ് ആൻഡ് വീട്ടുകാർ MBBS പഠിപ്പിച്ച സമയത്ത് ഇങ്ങനത്തെ ഒരു ഫീൽഡ് MBBS ആർക്ക് പറ്റും എന്നാ പിന്നെ വൈ നോട്ട് യു ക്യാൻ സ്റ്റിൽ എക്സ്പ്ലോർ ദ വേൾഡ് ദർ ഇസ് സോ മച്ച് ഓഫ് ഫാൻസിയർ പാർട്ട് ഓഫ് മെഡിക്കൽ സൈഡ് സോ അത് അങ്ങനെ ഞാൻ ആലോചിച്ച് തുടങ്ങിയതേ ഉള്ളൂ. സോ ഐ ഹാവ് ഓൾവേസ് ആക്റ്റീവ്ലി കോൺഷ്യസ്ലി പ്രൊമോട്ടഡ് തിങ്സ് ദാറ്റ് ഹസ് ബീൻ ഹെൽത്തി ആൻഡ് ദാറ്റ് ഇസ് വാട്ട് നൗ ദർഫോർ ഐ മസ്. ബിക്കോസ് ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു സ്കിൻ ക്ലിനിക്കിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് വി ഓൾവേസ് ഫോക്കസ് ഓൺ ഹെൽത്തിയർ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഫോർ യുവർ സ്കിൻ ആൻഡ് ഹെയർ. നേരത്തെ സപ്ലിമെന്റ്സിനെ പറ്റി പറഞ്ഞല്ലോ, എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു സപ്ലിമെന്റ് പറഞ്ഞാൽ ഏതായിരിക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്? ഇപ്പോൾ സൈക്കാട്രിസ്റ്റുകൾക്ക് എന്തെങ്കിലും ആളുകളുടെ ഒന്ന് മൈൻഡ് കാം ചെയ്യണം, പിന്നെ അവരുടെ മൈൻഡിന് ഓൾട്ടർ ചെയ്യണമെങ്കിൽ അവർ മെഡിക്കേഷൻസ് കൊടുക്കും. ഈ മെഡിക്കേഷൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ബാലൻസ് തെറ്റിയതുകൊണ്ട് ഉള്ളില് ഓൾ ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ. ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് സയൻസ്. സ്കിൻ ക്ലിനിക്സ് ചവറുകണക്കിന് തുറക്കുക, അത്ര തന്നെ പൂട്ടുന്നുണ്ട്, അത്ര തന്നെ തുറക്കുന്നുണ്ട്. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, അതിനൊരു റെഗുലേറ്ററി മെത്തേഡും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കൊറിയൻ പ്രോഡക്റ്റിന്റെ ഒരു ഇമ്പാക്റ്റും റെറ്റിനോൾ ഓഫ് US കൂടെ ഒന്നിച്ച് ഉപയോഗിച്ച് കയ്യിൽ നിന്ന് പോയ ആൾക്കാരാണ് എൻ്റെ അടുത്ത് കൂടുതൽ ക്ലയൻസ്. സോ ഓരോ ഹോർഡിങ്സിലൊക്കെ ഞാൻ കാണാറുണ്ട് 1500 രൂപയ്ക്കൊക്കെ PRP ചെയ്തു കൊടുത്തത്. എങ്ങനെയാ അത് ചെയ്തു കൊടുക്കുക? അത് ചെയ്തു കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ആ മെഷീനൊക്കെ ഒരു ഉളുക്ക് മെഷീൻ ആവുള്ളൂ 100%. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ വി ജസ്റ്റ് ഹാവ് ടു പേ, ദേ കം ഓൺ ബോർഡ്, ദേ ഡു ഹൈഡ്രോഫേഷ്യൽ ടുഡേ, 2 months later they'll go to another clinic, they'll get paid there. You're putting your brand down. And അങ്ങനെ ഒരു നാരങ്ങ ജ്യൂസിൽ നിന്ന് വൈറ്റമിൻ സി കിട്ടണ ഒരു തോട്ടം നാരങ്ങ ജ്യൂസ് കുടിക്കേണ്ടി വരും ഒരു ദിവസം. അത്ര ഒരു സപ്ലിമെന്റിൽ അത്രത്തോളം ഉണ്ട്. ലിസണേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എർച്ചി പോഡ്കാസ്റ്റ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റിന് വീണ്ടും ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ ആവശ്യം ഉണ്ടാവില്ല, നമ്മൾ വിശദീകരിച്ച് ഒരു സ്കിൻ കെയർ എപ്പിസോഡ് ചെയ്തായിരുന്നു. ഫൗണ്ടർ ആൻഡ് CEO ഓഫ് Therefore I Am, സെലിബ്രിറ്റി എസ്തെറ്റിക് ഫിസിഷ്യൻ Dr. Fatma Niloufar Sharif. Welcome Thank back. you for having me back here again. It's a pleasure. It's an absolute pleasure. How's life? ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു? It's been a year? Yeah. നമ്മൾ ചെയ്തിട്ട്? Oh, no, we've progressed well in terms of business. And to put it on a lighter note, I think as age is progressing, I think I'm also becoming a better person. I think so. നൈസ്. ഇപ്പോൾ മുമ്പ് നമ്മൾ ചെയ്തത് ഒരു സ്കിൻ കെയർ എപ്പിസോഡ് ഡെപ്തിലാണ് ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് കേൾക്കേണ്ടത് ഡോക്ടറിൻ്റെ ഓൺടർപ്രന്യൂറൽ ജേർണി. ഇപ്പോൾ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഓൺടർപ്രന്യൂറൽ ലാൻഡ്സ്കേപ്പ് ആണല്ലോ. ക്ലോസ് ടു 80-90% മെയിലാണ്. ഡോക്ടർ പ്രൂവ്ഡ് ദാറ്റ് ഇറ്റ്സ് പോസിബിൾ ഫോർ ഫീമെയിൽസ് ആസ് വെൽ ടു കം ടു ദ ടോപ്പ്. വാട്ട് വർ ദ ചാലഞ്ചസ് ഫോർ യു? See, it's a very tough question. Honestly, if you ask me, it's very difficult for me to give you a formal interview also with you both. Because now that we know each other, it can only come straight and very transparent. I still don't consider myself as an entrepreneur, if you really ask me. I really don't get that term right. Because എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ജോലി വളരെ പാഷനേറ്റ് ആയിട്ട് വിത്തൗട്ട് ഗിവിങ് അപ്പ് അത് ബിൽഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഐ ക്യാൻ ഷെയിംലെസ്ലി സേ ദാറ്റ് എനിക്കൊരു HR ഡെഫിനിഷനും കൂടെ അറിയില്ലായിരുന്നു ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഞാൻ തുടങ്ങി അതിൻ്റെ ചാലഞ്ചസ്, ഇപ്പോൾ നമുക്കത് ആർക്കും അപ്പോൾ തുടങ്ങാൻ പറ്റുന്നൊരു കാര്യമൊക്കെ തന്നെയാണ് ഒരു ബിസിനസ്. പലതും ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ബിസിനസ് തുടങ്ങുമ്പോൾ അവരെൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പലവട്ടം അവരെ ഡിസ്കറേജ് ചെയ്യും ബിസിനസ് തുടങ്ങാൻ വേണ്ടി. മോളെ ഇത് നോക്കണം, ഇപ്പം തന്നെ അതിന് ലൈസൻസ് എടുത്ത് വെച്ചോ, ഇല്ലെങ്കിൽ ഈ ചാലഞ്ചസ് ഒക്കെ നേരത്തെ വരും, അത് മുന്നിൽ കണ്ടിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പലതും ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ പലരും ഇപ്പോൾ ബിസിനസ് തുടങ്ങാണ്ടായി. കാരണം നമുക്കറിയാം ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയോ ചാലഞ്ചസ് കടന്ന് വന്നിട്ടാണ് നമ്മൾ എത്തിയെന്നുള്ളത്. പക്ഷേ ഒരാളിത് സംസാരിക്കുമ്പോഴേ ഞാൻ ആ ചാലഞ്ചസും ഞാൻ വന്ന ജേർണിയൊക്കെ ഞാൻ ആലോചിക്കാറുള്ളൂ. എവ്രി ഡേ യു ആർ ജസ്റ്റ് ദെയർ ടു ഡു ദ തിങ് ദാറ്റ് യു ലവ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ടയേഴ്സ് യു. ആസ് എൻ ഓൺട്രപ്രന്യൂർ നിങ്ങൾ വിളിച്ചതുകൊണ്ട് ഞാൻ പറയാം, ആ ഒരു ഫീലിംഗ് ഉള്ളൊരു ആളാണെങ്കിൽ ദെൻ ഐ തിങ്ക് യു ക്യാൻ ഡു എനി ബിസിനസ്. നമ്മളിപ്പോൾ ഒരു ആൾക്കാരെ മാനേജ് ചെയ്യണം എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനൊരു HR വേണം. ഒന്നൊരു HR വേഗം റിക്രൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഒരു കമ്പനിക്ക് ഒരു ഓർഡർ വേണം. പണ്ടൊക്കെ ഒരു പീപ്പിൾ ഡ്രിവൺ ഒരു കമ്പനി ആയിരുന്നു എൻ്റെ. പിന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് ഒരു 8-10 വെഞ്ചേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഹാസ് ടു ബി എ പ്രോസസ് ഡ്രിവൺ. അതൊന്നും ആരും പറഞ്ഞു തന്നിട്ടല്ല, നമുക്ക് തന്നെ അത് മനസ്സിലാവും. സോ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാവും. അപ്പോൾ
ഒന്നും പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ നോക്കണ്ട. ഓക്കെ. ഓരോ കാര്യം അതിൻ്റേതായ ടൈം എടുത്ത് ബിൽഡ് ചെയ്ത് സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം വളരുക എന്നുള്ളതൊക്കെ ആയിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന maybe advice for young entrepreneurs. But I don't think I'm the right person because I know the challenges that of my industry. Okay. As an entrepreneur, I think they will be updated on the tax system, legal problems, and they will be people management skills will be great. And I don't think I have great people management skills. എൻ്റെ flaws എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി. പക്ഷെ something I can tell you is ആസ് എ പേഴ്സൺ, അത് ഓൺടർപ്രണർ എന്നല്ല, ജീവിതത്തിൽ എന്ത് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സെൽഫ് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ സ്ട്രെങ്ത് എന്താ, നമ്മുടെ വീക്ക്നെസ് എന്താ, നമ്മുടെ സ്ട്രെങ്തിന് എപ്പോഴും എൻഹാൻസ് ചെയ്യാൻ നോക്കുക, വീക്ക്നെസ് ബെറ്റർ നമ്മൾ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല, ഇവരെ പോലെ എന്ത് ആവാൻ പറ്റുന്നില്ല, ഒരു എപ്രിസിയേറ്റ് ചെയ്യുന്ന കൾച്ചർ. എനിക്കെപ്പോഴും ഞാൻ പറയും, എനിക്കങ്ങനെ ആരോടും ഞാനങ്ങനെ ജെലസ് ഒന്നല്ല എന്ന് എപ്പോഴും പറയാം. പീപ്പിൾ സേ ദാറ്റ് ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു സേ ദാറ്റ് ബിക്കോസ് യു ലിറ്ററലി ഹവ് അച്ചീവ്ഡ് സംതിങ്. നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. എന്നെക്കാട്ടും വലിയൊരാളെ നോക്കിയിട്ട് എനിക്കും അസൂയൊക്കെ വരാലോ. ബട്ട് എപ്പോഴും എന്നെക്കാട്ടും അച്ചീവ് ചെയ്തൊരു മനുഷ്യനെ എപ്പോഴും കാണുമ്പോൾ അവരെന്താ ചെയ്തത്, അവരുടെ പേഴ്സണാലിറ്റി ഞാൻ നോക്കും, അവരുടെ ഡിസിപ്ലിൻ ഞാൻ നോക്കും. സോ ഐ ട്രൈ ആൻഡ് മിമിക് such achievers, and that is how I think I've reached here. So I think you should look out to be wanting to be something in your life. എനിക്ക് കൊണ്ട് ഡോക്ടർ മോർ ലൈക്ക് പാഷൻ ഫോളോ ചെയ്ത് ചെയ്യുന്നത് എന്താണെന്ന് ഉള്ളത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാവും ലൈക്ക് ഒരു ഓൺടർപ്രീനിയർ ആണെന്ന് തോന്നാത്തത്. Maybe. I don't know. ചെയ്യാൻ But ആൾക്കാരിപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ഓട്ടോമൊബൈൽ ആൾക്കാരെല്ലാവരും ഇന്റർവ്യൂ ചെയ്യും. ഞാൻ പറയും, എനിക്ക് വണ്ടിയുടെ നട്ടും ബോൾട്ടും ഒന്നും അറിയില്ല. അത് ചവിട്ടിയാൽ എങ്ങനെ നിർത്തണം, എന്ത് ട്രാക്കിൽ എങ്ങനെ, അതെല്ലാം എനിക്ക് ഈ മറ്റേ നിങ്ങളുടെ ഹോഴ്സ് പവർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവേ ഇല്ല. ബട്ട് ദെൻ there is a thing that I enjoy when I drive. There is certain sort of ഒരു നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് ഓരോ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് എന്തൊക്കെ ശ്രദ്ധിക്കും, അപ്പുറത്ത് പോകുന്ന വണ്ടി, ഓപ്പോസിറ്റ് വരുന്നവൻ്റെ സ്പീഡ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ പശു ക്രോസ് ചെയ്യുന്നത് വരെ നമ്മൾ ആലോചിക്കണം. പലതും ഓരോ your mind is alert, and I think I like that. It's a focus that you give in certain activities that you do. That thrills me. It's not the cars per se, is what I figured out at my 41-year-old. That's what. പണ്ട് 20 വയസ്സിൽ എന്നോട് ഇത് ചോദിച്ചിരുന്നെങ്കിൽ I don't think I would understand all this. But now I think I have more clarity in understanding certain aspects. ഡോക്ടർ ആദ്യം MBBS ചെയ്തു, പിന്നെ ഡെർമറ്റോളജിക്ക് പോലെ ഈ ഒരു ടൈമിൽ ബിസിനസ് ബിൽഡ് ചെയ്ത് ഇത്രക്കൊരു സ്കെയിൽ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടായിട്ടാണ് ഇതിനൊക്കെ പോയത്. അതോ ഇറ്റ് കെയിം അലോങ് ദ വേ? ഒരു വിഷൻ ഉണ്ടായിരുന്നോ ഇത്ര ഏജ് ആകുമ്പോൾ ഞാൻ ഇവിടെ എത്തണം? No. അങ്ങനെ ഒരു വിഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾ വിളിക്കുമ്പോൾ ഇറ്റ്സ് ബിക്കം എ കൺസേൺ ഹിയർ ബിക്കോസ് ഞാൻ ചെയ്തത് MSc ഡെർമറ്റോളജിയാണ്. ഇവിടുത്തെ MD ഡെർമറ്റോളജി ഇസ് ഡിഫറെൻറ്റ് ദാൻ MSc ഡെർമറ്റോളജി. ദാറ്റ് ഇസ് ദി ഓൺലി പാത്ത് ദാറ്റ് ഐ ടുക്ക് കോൺഷ്യസ്ലി. MBBS കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ഓർത്തോ ആൻഡ് സർജറി ഒക്കെ ആയിരുന്നു. ദെൻ മൈ എക്സ് ഹസ്ബൻഡ് വാസ് എ സർജൻ. അപ്പോൾ വേണ്ട, ഒരു വീട്ടിൽ 2 സർജൻസ് ഒന്നും വേണ്ട എന്നുള്ളൊരു സംസാരം വന്നതുകൊണ്ടാണ് എന്ത് ചെയ്യണം എന്ന് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഞാനൊരു സ്കിൻ ക്ലിനിക്കിൽ പോയിട്ട് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തു തുടങ്ങി. അതൊരു കൺവീനിയൻറ്റ് വർക്കിംഗ് മോഡിലോട്ട് കയറിയെന്നേ ഉള്ളൂ, അല്ലാതെ സ്കിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോയതല്ല. ഐ വോണ്ട് ടു ബി ഇൻ ട്രിവാൻഡ്രം. ഐ വാസ് ഇൻ ട്രിവാൻഡ്രം ഫോർ എ പർട്ടിക്കുലർ റീസൺ. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാനിങ്ങനെ സ്കിൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്തപ്പോൾ ആ സമയത്താണ് കുറേ മെഷീൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ US സമയത്ത് ഈ ബോട്ടോക്സ് കാര്യങ്ങളൊക്കെ ഒരു ഹോളിഡേ സമയത്ത് ഞാനത് കണ്ടു. ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്. ഒരു നമ്മുടെ നാട്ടിലൊന്നും അധികം ഡോക്ടേഴ്സൊന്നും വലിയ പ്രാക്ടീസ് ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ ഒരു 20 വയസ്സ് ഉള്ളൊരു പെൺകുട്ടിക്ക് വെൻ വി ലവ് ഫാഷൻ ആൻഡ് ട്രാവൽ ആൻഡ് ഓൾ ദാറ്റ് ആൻഡ് വീട്ടുകാർ MBBS പഠിപ്പിച്ച സമയത്ത് ഇങ്ങനത്തെ ഒരു ഫീൽഡ് MBBS ആർക്ക് പറ്റും എന്നാൽ പിന്നെ വൈ നോട്ട്? യു ക്യാൻ സ്റ്റിൽ എക്സ്പ്ലോർ ദ വേൾഡ്. ദർ ഇസ് സോ മച്ച് ഓഫ് ഫാൻസിയർ part of medical side, so അത് അങ്ങനെ ഞാൻ ആലോചിച്ച് തുടങ്ങിയതേ ഉള്ളൂ. But when I study something, that's what I think a lot of people who knows me, they've told me this. ഇപ്പോൾ ഈ മൊഞ്ചാറോ അസമിക്കിൻ്റെ കാര്യത്തിന് പാടുക്കം ഞാനൊരു സാധനം ഭയങ്കരമായിട്ട് വായിച്ച് പഠിച്ച് ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം കുറേയൊക്കെ മനസ്സിലായിട്ട് ഞാനൊരു കാര്യം തുടങ്ങുള്ളൂ. സോ ഒരു സാധനം തൽക്കാലം പഠിച്ച് തൽക്കാലം ചെയ്ത കാര്യമില്ല. ഈവൻ ഞങ്ങളുടെ ക്ലിനിക്കിലാണെങ്കിൽ പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും we take so much of trials, statistics, journal reports and understand, does this work in this market?
ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഓഫ് കോസ്മെറ്റിക്സ് ഈ കോസ്മെസ്യൂട്ടിക്കൽ പ്രൊഡക്ഷൻസ് ഒക്കെ അങ്ങനെയാണ്. ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു അറ്റ്മോസ്റ്റ് ലെയറിലോട്ട് പോയി ഞാനത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതെനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാനൊരു സാധനം പഠിക്കാൻ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ കരിക്കുലത്തിൽ എനിക്ക് ഒരിക്കലും ലേസറോ ഒരു ക്രീം ഉണ്ടാക്കാനോ അതിനൊരു ബോട്ടോക്സ് ഒന്നും പഠിപ്പിക്കുന്നത് ഇപ്പോഴും ഇല്ല എന്നുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു MD ഡെർമറ്റോളജി കരിക്കുലത്തിൽ എനിക്കത് കുറച്ച് ഒരു എസ്തെറ്റിക് പ്രാക്ടീസ് ഒക്കെ അത് ഇപ്പോൾ അടുത്ത് ആയതുള്ളൂ. ടോക്കിംഗ് അബൌട്ട് സം 15-20 ഇയേഴ്സ് ബാക്ക് ഇന്ത്യൻ കരിക്കുലത്തിൽ അത് ഉണ്ടായിരുന്നില്ല. എനിക്കത് മാത്രമേ ഇവിടുത്തെ ഒരു MD ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒരു സ്കിൻ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കോൺസെപ്റ്റ്, ഒരു ഓയിൻമെൻറ്റ് തരാം, ടോപ്പ് ലെയർ, അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി. എനിക്ക് അത് വേണ്ടിയിരുന്നു. ഇറ്റ് ഡിഡ് നോട്ട് ചാലഞ്ച് മീ. ലെറ്റ് മീ പുട്ട് ഇറ്റ് അക്രോസ് ദാറ്റ് വേ. നേരത്തെ കാർ ഓടിക്കുമ്പോൾ പല ചാലഞ്ചസും ഞാൻ ഫേസ് ചെയ്യുന്നത് പോലെ എനിക്ക് എൻ്റെ ഫീൽഡിൽ എന്തെങ്കിലും ഒരു ചാലഞ്ചും അതിൽ നിന്ന് ഞാൻ ത്രൈവ് ചെയ്യണം എന്നുള്ള കാര്യം. ഐ ഓൾവേസ് ജോക്കിംഗ്ലി ടെൽ പീപ്പിൾ, യു ഗിവ് മീ എനി ജോബ് ഐ ക്യാൻ ത്രൈവ്. ഇത് മാത്രമല്ല, എനിക്ക് ഏൽപ്പിക്കുന്ന എന്ത് ജോലിയും വളരെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിചാരം. സോ ബട്ട് ദെൻ ലൈക്ക് ഐ സെഡ്, ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു വിഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദ മോർ ഐ ഗോട്ട് ടു നോ, ദ മോർ പാഷനേറ്റ് ഐ ബിക്കെയിം ആൻഡ് മോർ ഐ വാണ്ടഡ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ഹോം. ഓക്കെ. അപ്പോൾ ബിസിനസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയാണ് ലൈക്ക് ഫസ്റ്റ് സ്റ്റോർ ഇട്ടത്. ഫാമിലി ബിസിനസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ വി ഡു നോട്ട് കം വിത്ത് എ ജനറേഷണൽ ഒരു ബിസിനസ് ഒന്നും എൻ്റെ വീട്ടിലില്ല. എൻ്റെ ഉമ്മ had a salon in Thrissur. Uppa was an IIT graduate, LAFM, yeah. Uppa was an IIT Chennai graduate. And but my father has a big role in molding my mindset. I don't think നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ മെയിൽ ഫീമെയിൽ എന്നുള്ളതില്ല. I think it's right that a person like me, if people think I'm very inspiring and strong, it's also because I had a very strong father. I can say that. അതൊരു പെൺകുട്ടികളെ സംബന്ധിച്ചതൊരു വലിയ കാര്യം തന്നെയാണ്. You let, when you turn back saying that, പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മളെക്കുറിച്ച് ആൺകുട്ടികൾ എന്തെങ്കിലും സ്കൂളിലൊക്കെ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് എന്നെക്കുറിച്ച് അത് പറഞ്ഞു എന്നും പറഞ്ഞ് കരഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ my father put the right mindset into my brain, which I still carry forward. Those are all my strength. Even ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ certain things, ഞാൻ ടെഡെക്സ് ടോക്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒബ്സർവേഷൻ സ്കിൽസാണ് ആദ്യം ഉപ്പ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ വി യൂസ് ടു പ്ലേ ദിസ് ലിറ്റിൽ ഗെയിംസ് വേറെ എൻ്റെ ഒരു കോർണറിൽ നോക്കിയിട്ട് ഇത് ഫുള്ള് ഒബ്സർവ് ചെയ്യുക, എൻ്റെ ഒരു മിനിറ്റ് എടുത്ത് തിരിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറേ ചോദിക്കും. സോ ആൻഡ് ഹി യൂസ് ടു റിവാർഡ് മീ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കുട്ടികളുടെ ആക്റ്റീവ് പേരൻസ് ആയിരുന്നു എനിക്ക്. സോ ബിസിനസ്സിനെക്കാട്ടും കൂടുതൽ ലൈഫിലത്തെ ചാലഞ്ചസിനെ കുറിച്ചും സ്ട്രീറ്റ് സ്മാർട്ട് ആവുന്നതിന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു കൺവെൻഷണൽ തോട്ട്സ് എൻ്റെ തലയിൽ പണ്ടേ ഇട്ട് തന്നിട്ടില്ല. യു ഹാവ് ടു ബി ഡ്രിവൻ ആൻഡ് വേൾഡ്ലി പ്ലെഷേഴ്സ് ഒക്കെ വേണം എന്നുള്ളതൊക്കെ മനസ്സിലിപ്പോൾ നമ്മൾ പറയില്ല, ഇല്ല ഇത്രയൊക്കെ മതി, നീ ഇത്രയൊക്കെ ജീവിച്ചാൽ മതി, അങ്ങനെ ഒരു പേരൻസ് ആയിരുന്നില്ല എനിക്ക്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹെൽപ് മീ ടു ബി വാട്ട് ഐ ആം റാദർ ദാൻ എ ഫോർമൽ ബിസിനസ് എക്സ്പോഷർ. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ ഒരു ബിസിനസ് മോഡൽ കണ്ട ടൈമിൽ ഇപ്പോൾ ബോട്ടോക്സ് ഒക്കെ അവിടെ നിന്ന് കണ്ടതെന്ന് പറഞ്ഞു, അത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നില്ലേ ഫസ്റ്റ്? കേരള മാർക്കറ്റിൽ 10-12 കൊല്ലം മുന്നേ ബോട്ടോക്സ് എന്നൊക്കെ പറയുമ്പോൾ ഗ്ലൂട്ടത്തൈൻ്റെ കാര്യത്തിൽ പണ്ട് ഞാൻ മനോരമയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടത്തൈനെ കുറിച്ച്. എന്ത് ചീത്ത വിളിയായിരുന്നു അത്. താഴത്ത് വെളുക്കാൻ വേണ്ടി മരുന്ന് കുത്തിവെക്കുന്നു, മറ്റത് അത് എൻ്റെ ഇൻബോക്സിലാണെങ്കിലും നാണില്ലേ അത് പ്രൊമോട്ട് ചെയ്യാൻ. ക്യാൻസർ പേഷ്യൻസ് അല്ലേ യൂസ് ചെയ്തിരുന്നത്? ഐ മീൻ ആഫ്റ്റർ കീമോതെറാപ്പി. എക്സാക്ട്ലി. ഇപ്പൊ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പണ്ട് ഗ്ലൂട്ടത്തൈൻ എന്ന് പറഞ്ഞ സാധനേ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഐ ടേക്ക് ദ ക്രെഡിറ്റ്. 10 കൊല്ലം മുന്നേ ഞാനാണ് ആദ്യം പറഞ്ഞത് എന്നൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ വെറുതെ വിളിച്ച് പറയും ഞാൻ. കാരണം റൈറ്റ് നൗ ദ കൺസ്യൂമർ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഗ്ലൂട്ടത്തൈൻ വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് വളരെ നല്ലതാണ്. ഇറ്റ്സ് എ ലിവർ ക്ലെൻസർ. പക്ഷേ ഗ്ലൂട്ടത്തൈൻ്റെ കൂടെ എന്ത് കാറ്റലിസ്റ്റ് പോകുന്നു അതിനനുസരിച്ച് അതിൻ്റെ സ്വഭാവം മാറും. ലൈക്ക് എനി ന്യൂട്രീഷൻ സിസ്റ്റം, ലൈക്ക് വിറ്റമിൻ സിയുടെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുമ്പോൾ ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി അതിൻ്റെ ബെറ്റർ ആവും എന്നൊക്കെ പറഞ്ഞ പോലെ അതിനൊരു കാറ്റലിസ്റ്റ് സിസ്റ്റംസ് ഉണ്ട്. ആ കാറ്റലിസ്റ്റുകൾ ബെറ്റർ ആയപ്പോൾ സ്കിന്നിൻ്റെ ഒരു സ്വഭാവ രീതി, ഹൈഡ്രേഷൻ കപ്പാസിറ്റി, ഇപ്പോൾ വെയിലടിച്ചു കഴിഞ്ഞാൽ അധികം ടാൻ അടിക്കാതിരിക്കാനുള്ള ഒരു UV ഫിൽറ്റർ സിസ്റ്റം സ്കിന്നിൽ ബെറ്റർ ആവും. സ്കിന്നിൻ്റെ ഈ മെലനിൻ്റെ കളർ മാറിക്കിട്ടും. അപ്പോൾ വേറെ കുറേ ബെനിഫിറ്റ്സ് അതിനുണ്ട്. ഇതല്ലാതെ തന്നെ ഇപ്പോൾ ഒരു എസ്തെറ്റിക് ബെനിഫിറ്റ്സ് അല്ലാതെ തന്നെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് തന്നെ എന്തോരം ഗ്ലൂട്ടത്തൈൻ ഉണ്ട്. സോ ഐ ഹാവ് ഓൾവേസ് ആക്റ്റീവ്ലി കോൺഷ്യസ്ലി പ്രൊമോട്ടഡ് തിങ്സ് ദാറ്റ് ഹസ് ബീൻ ഹെൽത്തി ആൻഡ് ദാറ്റ് ഇസ് വാട്ട്
now therefore I must. ബിക്കോസ് ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു സ്കിൻ ക്ലിനിക്കിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് വി ഓൾവേസ് ഫോക്കസ് ഓൺ healthier treatment protocols for your skin and hair, which is why nutrition supplementations is a big thing in our brand. അല്ലാതെ പുറമേ നിന്നൊരു കെമിക്കൽ പീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹൈഡ്രോഫേഷ്യൽ ചെയ്യുക അതല്ല. ചെയ്യുന്ന കാര്യത്തിന് ഒരു സ്റ്റെബിലിറ്റി വേണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്ക് ടു ഫസ്റ്റ് ക്ലിനിക്ക് ലോഞ്ച് ചെയ്ത് ബാക്കി സ്കെയിൽ ചെയ്ത ആ ഒരു സ്റ്റോറിയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഇന്നും എനിക്കറിയില്ല എന്നാ ഞാൻ തുടങ്ങിയത്, എത്ര ക്ലിനിക്സ് ഇപ്പം ആയി എന്നുള്ളത്. ഞാൻ എപ്പോൾ ഇടയ്ക്ക് തിരിച്ച് പറയുമ്പോൾ ടീം സേസ് ദാറ്റ് ഡോക്ടർ അത്രയല്ല ഇത്ര ആയി എന്നുള്ളത്. സോ ഐ തിങ്ക് ഐ എം ഓൺലി കേറ്ററിങ് ടു ദ നീഡ്സ് ഓഫ് മൈ ബിസിനസ് ആൻഡ് ദ കൺസ്യൂമേഴ്സ്. ഓക്കെ. അപ്പോൾ ബിസിനസ്സിൻ്റെ നീഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്തിനനുസരിച്ചിട്ട് വാട്ട് ഡെസിഗ്നേഷൻ, വാട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി, വാട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു കം ഇസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. കൺസ്യൂമേഴ്സിൻ്റെ ട്രെൻഡ്സോ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്ന മാറുന്നൊരു എസ്തറ്റിക് കൾച്ചർ ഇസ് വെരി ഫാസ്റ്റ് നോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഈ സോഷ്യൽ മീഡിയയ്ക്കും യൂട്യൂബൊക്കെ വന്നതിന് ശേഷം പണ്ടത്തെ പോലെ അല്ല. ലൈക്ക് ദ ട്രെൻഡ്സ് ഓഫ് മൂവിങ് സോ ഫാസ്റ്റ്. ഈവൻ ഫാസ്റ്റ് ഫാഷൻ ടു ഈവൻ റീറ്റെയിൽ എന്തും നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡൈനാമിക് ആയിട്ടുണ്ട് എല്ലാ കാര്യവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഹെൽത്തിയർ ഓപ്ഷൻസ് എങ്ങനെ കേറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റഡ് ആവുക. Like I said, I'm going to Viva Meyer in Austria next week, only to understand more about this. കാരണം gut health, gut inflammation, and Viva Meyer is a place where all Bollywood actors, Hollywood actors, നമ്മുടെ തന്നെ എത്ര actors ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ട്. I wanted to study that is because that is also closely associated with my skin and hair beauty. അപ്പോൾ I go to that extent to update our information. ഇപ്പോൾ കോച്ചി ക്ലിനിക്കിൽ വി ആർ പുട്ടിംഗ് അപ്പ് എച്ച്-ബോട്ട്. എച്ച്-ബോട്ട് ഇസ് എ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറപ്പി വിച്ച് ഇസ് പ്യുവർ ഓക്സിജൻ ബ്രീത്ത് ചെയ്യുന്നത് നമ്മുടെ സെല്ലിനെ റെജുവിനേറ്റ് ചെയ്യും. സെല്ലിനെ റെജുവിനേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ അവർ സ്കിൻ ആൻഡ് ഹെയർ. മാസ്ക് വെച്ചിട്ടാണോ ഓക്സിജൻ എടുക്കുന്നത്? 2-3 സിസ്റ്റം ഉണ്ട്. ഒന്ന് മാസ്ക് വെച്ചെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഒന്നൊരു ചേംബറിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമുണ്ട്. there are different methods you can do that. There are ബ്രയാൻ ജോൺസൺ അറിയോ? ഒരു ആന്റി ഏജിങ് yes, പുള്ളിക്കാരൻ്റെ the വീഡിയോയിൽ Blueprint കണ്ടിട്ടുണ്ട്. project. യെസ്. Yeah. Like I have attended his Singapore conference. It's Singapore conference what was it called? Don't Die Challenge. Don't Die Summit. Don't Die Summit California, US based, Singapore based ആയിട്ടുണ്ടായിരുന്നു. Well, if you ask me, yes, he's doing an amazing experiments what? that will actually help us in the future. Because somebody has to go forward and get all this done. Because AI screening എന്നൊക്കെ ഞാൻ പറയും, AI screening എന്നൊക്കെ എപ്പോഴും ഞാൻ ആലോചിക്കും ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ നിന്ന് വരുന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ റീസെർച്ച്. വുഡ് ഇറ്റ് ഹെൽപ്പ് ഇൻ ഗിവിങ് ഇറ്റ് എ പ്രിസിഷൻ? അതിനുള്ള അത്രയും ഡേറ്റ ആൾക്കാർക്ക് ഉണ്ടാവുമോ? സോ എൻ്റെ മൈൻഡിൽ പോകുന്ന പല ചോദ്യങ്ങളും അതാണ്. ഹൗ ഡു ഐ ടേക്ക് ദിസ് ഇൻഡസ്ട്രി ടു എ നെക്സ്റ്റ് ലെവൽ? ഷുഡ് ഐ ബി ഗെറ്റിംഗ് AI? പക്ഷെ എൻ്റെ തോട്ട്സ്, സോ ഐ നീഡ് എ ടെക് പാർട്ട്ണർ റൈറ്റ് നൗ. അപ്പോൾ ഡു യു അണ്ടർസ്റ്റാൻഡ് വെൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ഓൺടർപ്രിനറൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡ് ഇസ് ഓൾവേസ് ലൈക്ക്, ഓക്കെ, we've reached here. How do I fit into much more faster pace in giving more productive results to my clients? അതിന് ടെക് പാർട്ട്ണർ വേണം, എനിക്ക് ഇങ്ങനത്തെ എക്സ്പോഷർ വേണം. അതുകൊണ്ടാണ് ഞാൻ ആ ഡോണ്ട് ഡൈ സമ്മിറ്റിൽ ഞാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒറ്റ സമ്മിറ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ആളുടെ. he believes exactly like this. Nutrition is the thing. Okay, ന്യൂട്രീഷൻ എപ്പോൾ കഴിക്കണം, എന്ത് കഴിക്കണം, നമുക്ക് പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത്രയും ട്രില്യൺസ് ഓഫ് സെൽസ് കൊണ്ട് നമ്മൾ ഓരോരുത്തർ ജനിക്കുന്നത്. ആ സെൽസ് ഇങ്ങനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സെൽസിൽ നിന്ന് പോകുന്ന ജെനറ്റിക്സിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഡ്യൂപ്ലിക്കേഷന് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷൻ എന്ത്, നമ്മുടെ സിസ്റ്റം എന്ത്, ലൈഫ് സ്റ്റൈൽ എന്ത്, ജെനറ്റിക്സ്, എപ്പിജെനറ്റിക്സ്, ഇറ്റ്സ് ബിയോണ്ട് വാട്ട് ഐ നോ. Okay, now I have been trying to go to certain systems like this and get exposed. I'm studying newer system. അപ്പോൾ ഞാൻ ഇനി എപ്പോഴും ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ഇപ്പോൾ മാസത്തിൻ്റെ 4 ആഴ്ചയിൽ ലാസ്റ്റ് വീക്ക് I am going to travel and get this experience or get trained, and I want to bring it back to my system back home. പക്ഷേ it requires massive investment. എന്ന് പറയുമ്പോൾ മൂപ്പര് ചെയ്യുന്നത് മൂപ്പരുടേതായ സപ്ലിമെന്റ്സ് ഉണ്ടാക്കൽ, അതൊരു ചെറിയൊരു കമേഴ്ഷ്യൽ വശം എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ഓഫ് കോഴ്സ് ഹീസ് ബിക്കമിങ് എ ബിസിനസ് റൈറ്റ് നൗ. മൂപ്പരുടേതായ ഷാംപൂസ് ഇറക്കുന്നു, മൂപ്പരുടേതായ സപ്ലിമെന്റ്സ് ഇറക്കുന്നു. സ്ലീപ്പിംഗ്
ടൈമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഭയങ്കര ആൾ പറയുന്ന പല കാര്യങ്ങളും കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ ബിലീവ് ഇൻ, ദാറ്റ് ഇസ് എ സയൻസ് ദാറ്റ് ഐ ഹാവ് ബീൻ ട്രെയിൻഡ്. ആൻഡ് waking up at a particular time, what to do immediately when you wake up, how do you, ഇപ്പൊ റൊണാൾഡോയുടെ ഒരു ഇന്റർവ്യൂവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നേരെ പോയിട്ട് ഐസ് ബാത്ത് എടുക്കും, യു ആർ ഗിവിംഗ് എ ഷോക്ക് സിസ്റ്റം ടു അവർ ബോഡി. അതെല്ലാം കറക്റ്റ് ആണ്. സോ ബട്ട് ദെൻ ഇറ്റ്സ് നോട്ട് വാട്ട് ഐ എം ട്രെയിൻഡ് ഫോർ. ഞാൻ എന്താ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഹെയർ ആൻഡ് സ്കിൻ സയൻസ്. പക്ഷെ ഇതെല്ലാം ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഗിവിംഗ് റിസൾട്ട്സ് ടു മൈ ഹെയർ ആൻഡ് സ്കിൻ. സോ വിച്ച് ഇസ് വൈ പേഴ്സണലി ഫോർ മീ and personally for my consumers in our brand, I want to give them the best. So I've been watching this fellow, as in this great person. He also came for a podcast in India, no? എന്നിട്ട് നമ്മുടെ എയർ ക്വാളിറ്റി അത് ഞാൻ ക്വാളിറ്റി കോരാന്ന് പറഞ്ഞു. ബാഡായപ്പോ തന്നെ ഇറങ്ങിപ്പോയി മുംബൈന്ന്. that's what I said. നിങ്ങളൊക്കെ താമസിക്കുന്ന part of the world, the AQI is great. Food quality is questionable now. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. So ട്രാവൽ ചെയ്തപ്പോഴൊക്കെ മനസ്സിലായി യൂറോപ്പിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്. I can clearly feel that പണ്ടത്തെ ഒരു എയർ ക്വാളിറ്റിനെ കുറിച്ചല്ല, കൂടുതലും ഇപ്പോൾ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഇസ് ക്വസ്റ്റനബിൾ. പണ്ടൊക്കെ നമ്മളൊരു തോന്നലുണ്ടായിരുന്നു, നോ ദിസ് കൺട്രി വിൽ ഓൾവേസ് ഗിവ് യു ഗുഡ് ഫുഡ്. ഐ തിങ്ക് ഓസ്ട്രേലിയ ഇൻ ദാറ്റ് വേ ഇസ് വെരി വെൽ റെഗുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് ദ ന്യൂട്രീഷൻ, ദെയർ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആൻഡ് ഓൾ ദാറ്റ്. ബാക്കി ഒരു രാജ്യം എനിക്ക് തോന്നിയിട്ടില്ല. ഈസ്റ്റേൺ യൂറോപ്പ് ഓൾമോസ്റ്റ് ഓക്കെയാണ് ഫുഡിന്റെ കാര്യത്തിലൊക്കെ. അല്ല, ഇബ്രാഹിം ജോൺസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ ഏജ്, ഓരോ ഓർഗൻസിന് ഏജ് എടുക്കുകയാണെങ്കിൽ 18, 20s. ബയോളജിക്കലി എത്ര, ഐ മീൻ നോട്ട് ബയോളജിക്കലി, ആക്ച്വൽ ഏജ് 14 മേലെ സംതിങ് ആണ്. പക്ഷെ ഓരോ ഓർഗൻസിന്റെ ഏജ് എടുത്ത് നോക്കുമ്പോൾ, ബയോമാർക്കേഴ്സ് നോക്കുമ്പോൾ ഒരുപാട് ലോറാണ്. ഗുഡ് തിങ് യു മെൻഷൻ, ബിക്കോസ് ഞാനിപ്പോൾ അടുത്ത് ഒലിഗോ സ്കാൻ എന്നൊരു സിസ്റ്റം ഉണ്ട്. ഒലിഗോ സ്കാൻ ചെയ്തപ്പോൾ മൈ cellular age is 52 and I am 41. I also get compliments from people that I don't look 41 also. So what does that mean? Optic correction ഉണ്ട് എനിക്ക്, because of the job I'm doing. ഫോട്ടോക്സിൻ അല്ല, ഒലിഗോ സ്കാൻ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് നമ്മളുടെ ബ്ലഡ് എടുക്കണം എന്നില്ല, നമ്മുടെ ഈവൻ ഹെവി മെറ്റൽസ് അടക്കം പലതും നോക്കും. I like that reporting structure because ഞാനിത് മുന്നേ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അഗൈൻ കോട്ട് ദിസ് അഗൈൻ. എൻ്റെ ഹെയർ ജനറ്റിക്കലി അത്ര നല്ലതൊന്നുമല്ല. ഞാൻ എടുക്കുന്ന സപ്ലിമെന്റേഷൻസ് നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ പഠിപ്പിച്ചു തരുമ്പോഴും നമ്മുടെ എക്സ്പോഷറിൽ സിങ്ക് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ബയോട്ടിൻ കഴിച്ചാൽ മതി. ഇത് ഒറ്റയ്ക്ക് കഴിച്ചതുകൊണ്ട് കാര്യമില്ല. സിങ്ക് ഞാൻ കുറേ കഴിച്ചു, പക്ഷെ എൻ്റെ മുടിയിലൊരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണ പോലെ തോന്നിയില്ല. ഒലിഗോ സ്കാൻ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിങ്ക് എൻ്റെ ബോഡിയിൽ എക്സസ് ആയിട്ട് കിടക്കുക. 90% എൻ്റെ ബോഡി അബ്സോർബ് ചെയ്യുന്നില്ല. കാരണം ഫോളിക് ആസിഡ് 30% ഉള്ളൂ. ഫോളിക് ആസിഡാണ് ഞാൻ കഴിക്കേണ്ടത് എൻ്റെ ബോഡിയിലത്തെ സിങ്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ. ഇത് എത്ര പേർക്ക് അറിയാം? എനിക്കറിയാം. അപ്പോൾ എനിക്കും ഇപ്പോൾ ഫങ്ഷണൽ വെൽനെസ്സോ ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആൾക്കാരും ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഉണ്ട്. അവരെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാര്യം ബോഡിയിൽ കറക്റ്റ് ചെയ്യിപ്പിച്ചെടുക്കുക. അപ്പോൾ റിസൾട്ട്സ് ആർ ക്വിക്കർ ആൻഡ് ഫാസ്റ്റർ. അപ്പോൾ ആളുകൾക്ക് എന്ത് സപ്ലിമെൻ്റ് കഴിക്കണം എന്നുള്ളതും കൂടെ ആ സിസ്റ്റം വഴി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ വിച്ച് ഇസ് വൈ coming back to your question, which is what was your question? Different age, ഓരോ organs age, exactly, sorry. അപ്പോൾ സെൽസിന്റെ കാര്യത്തിൽ അപ്പോൾ എൻ്റെ ബോഡിയിലത്തെ സെല്ലുലർ കപ്പാസിറ്റി ഹാസ് ടു ബി ബെറ്റർ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ NAD എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചെക്ഷൻസ് വന്നിരിക്കുന്നത്, വിച്ച് ഇസ് സെല്ലുലർ ആയിട്ടുള്ള എനർജി ലെവൽസ് ബെറ്റർ ആവും. ഇല്ലെങ്കിൽ ഓസോൺ തെറപ്പി, നമ്മൾ 100 ml ബ്ലഡ് നമ്മുടെ നിന്ന് എടുത്തിട്ട് ഓസോൺ ഇഞ്ചെക്ട് ചെയ്ത് റീസർക്കുലേറ്റ് ചെയ്യും. HBOT, ഹൈപ്പോബാരിക് ഓക്സിജൻ തെറപ്പിയൊക്കെ സെല്ലുലർ ലെവൽ ഓഫ് കറക്ഷൻ തൊട്ട് തുടങ്ങിയുണ്ട് നമ്മളിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു സയൻസിനും ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇനിയാണ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. സോ ഇൻ മൈ കേസ്, ലൈക്ക് ഐ സെഡ്, ഒപ്റ്റിക് കറക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിലത്തെ സെല്ലും ഞാനും തമ്മിൽ വലിയ എന്താ പറയുക അലൈൻമെൻറ്റ് ഇല്ല. So that is why I'm going to these places like Shaw in Mexico and Spain and Viva Mayer in Austria, Lanzerhof in Austria, Farm in Philippines. ഇവരൊക്കെ ഇങ്ങനത്തെ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യണവരാ, which is what I believe in. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് മുടി കൊഴിച്ചിട്ടുണ്ടായി, അപ്പോൾ പോയി ബയോട്ടിൻ എടുക്കും. അങ്ങനെ ബോഡിയിൽ അത് അബ്സോർബ് ചെയ്യണമെന്നില്ല. ബയോട്ടിൻ ആയിരിക്കില്ല ചിലപ്പോൾ കുറവ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ സ്ട്രെസ്സും ഇപ്പോൾ കോർട്ടിസോൾ ലെവലൊക്കെ മേലെ പോകുന്ന സ്ട്രെസ് ലെവലൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ ഫോളിക്കിൾസിനെ ഷ്രിങ്ക് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ നിര വരുന്നത്. ചിലപ്പോൾ B12 ഡെഫിഷ്യൻസി ആയിരിക്കും. ഇല്ല, അതെന്താ ഇപ്പൊ അങ്ങനെ കൂടി വന്നത്? the lifestyle what we have, the food quality what we have, the air quality what we have, the stress, our corporate jobs,
വൈറ്റമിൻ stressful. ഡെഫിഷ്യൻസി എന്നോ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇറ്റ്സ് ബിക്കം വെരി കോമൺ. ക്ലയൻസിനോട് ഇപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ സ്ട്രെസ് ഉണ്ടോയെന്നൊന്നും ചോദിക്കലില്ല. സ്ട്രെസ് ഇല്ലാത്തൊരു മനുഷ്യനെ കാണണമെങ്കിൽ ഐഡ് ലൈക്ക് ടു മീറ്റ് ദം. കാരണം ഈ ഒരു ഒലിഗോസ്കാൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്പീഡിൽ ഏജ് ചെയ്യും, നമ്മുടെ നെർവസ് സിസ്റ്റം എത്ര സ്പീഡിലാണ് ഇത് ഏജ് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിൻ്റെ കപ്പാസിറ്റി എല്ലാം, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എല്ലാം അത് ഇവാലുവേറ്റ് ചെയ്ത് തരും. ഈ മെൻ്റൽ ഹെൽത്ത് എല്ലാം ദാറ്റ്സ് അനദർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. യു ഷുഡ് ഗെറ്റ് എ സൈക്കാട്രിസ്റ്റ് ഓൺ ബോർഡ് ഹു അണ്ടർസ്റ്റാൻഡ്സ് ദിസ്. ഓക്കെ സൈക്കാട്രിസ്റ്റിനടുത്ത് ഇപ്പോൾ സൈക്കാട്രിസ്റ്റുകൾക്ക് എന്തെങ്കിലും ആളുകളുടെ ഒന്ന് മൈൻഡ് കാം ചെയ്യണം, പിന്നെ അവരുടെ മൈൻഡിന് ഓൾട്ടർ ചെയ്യണമെങ്കിൽ അവർ മെഡിക്കേഷൻസ് കൊടുക്കും. ഈ മെഡിക്കേഷൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ബാലൻസ് തെറ്റിയതുകൊണ്ട് ഉള്ളിൽ ഓൾ ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ. ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് സയൻസ്. അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ എന്ത് കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം, നമ്മുടെ മൈൻഡിനെ അത് വെച്ച് തന്നെ ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഡിസീസ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. ലെറ്റ് മീ ടെൽ യു ദാറ്റ്. എല്ലാം ന്യൂട്രീഷൻ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ഇപ്പോൾ വരും ഇൻബോക്സിൽ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല, ന്യൂട്രീഷൻ വെച്ച് കുറേ കറക്റ്റ് ചെയ്യാൻ പറ്റും. Disease based management, like in our field, disease based management, go to an MD dermatologist. അസുഖം മാനേജ് ചെയ്യണം ഇല്ലെങ്കിൽ ആണെങ്കിൽ അവിടേക്ക് പോയാൽ മതി. ഇപ്പോൾ ആയുർവേദം അലോപ്പതി ഒക്കെ പറഞ്ഞ പോലെ I am practicing an aesthetics where skin and hair concern can be dealt without medications. That's what I'm trying to say. So with the right sense, like MBBS doctorsum which practice ചെയ്യാവുന്നവരുള്ളൂ. കാരണം they understand basic science. ആ സയൻസിൽ എങ്ങനെ കോസ്മെസ്യൂട്ടിക്കൽ ഇമ്പാക്റ്റ് വരും, ആ കോസ്മെസ്യൂട്ടിക്കൽ ഇമ്പാക്റ്റിന് ഇത് രണ്ടും കൂടെ അലൈൻ ചെയ്ത് വരണമെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെയും ഈ ഒരു കോസ്മെറ്റിക്സ് എന്താ നിങ്ങൾ ഉപയോഗിക്കുന്നതും കൂടെ റിസൾട്ട്സിലോട്ട് അലൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്റേണൽ മെക്കാനിസം കറക്റ്റ് ആയിരിക്കും, വിച്ച് ഇസ് യുവർ ന്യൂട്രീഷൻ ആൻഡ് യുവർ ലൈഫ് സ്റ്റൈൽ. സോ വി ആർ ട്രൈങ് ടു ബ്രിങ് എ ഫുൾ ഹൗസ് ഓഫ് ഓൾ ദാറ്റ്. ഓക്കെ. നേരത്തെ AI പറ്റി പറഞ്ഞല്ലോ, അത് ഇംപ്ലിമെന്റ് ചെയ്യണ ഏത് സ്റ്റേജ് വരെ എത്തി? ലൈക്ക് ഹാവ് യു ബ്രോട്ട് സമൺ ഓൺ ബോർഡ്? I have lost a lot of money. സോ നിങ്ങൾ ഓൺടർപ്രിനറിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ അതും പറയാം. ഹയർ ചെയ്യുമ്പോൾ ഒരു റൈറ്റ് പേഴ്സണെ കിട്ടാത്തതുകൊണ്ടാണോ? മേ ബി എങ്ങനത്തെ പ്രൊഫൈലാണ് നോക്കുന്നത്? റൈറ്റ് ടെക് എക്സ്പേർട്ട് എന്ന് പറഞ്ഞു. of course somebody who really understand to what products that they need to deliver for our consumers on a larger scale to benefit our system, which is എനിക്ക് ഫീഡ്ബാക്ക് സിസ്റ്റംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്ലയൻറ്റ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ വാട്ട് ഇസ് എ ഫീഡ്ബാക്ക്, വാട്ട് ഇസ് എയർ സയൻസ് അല്ലെങ്കിൽ റിസൾട്ട്സ് ദാറ്റ് ഇസ് കം. അപ്പോൾ ഫോർ യു മേ ബി രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ ഒരു ഡീഹൈഡ്രേഷൻ വരാം, ഞങ്ങളൊരു പ്രൊസീജിയർ ചെയ്തെന്ന്. ഫോർ യു മേ ബി ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏജും നിങ്ങളുടെ ജനറ്റിക്സും നിങ്ങളുടെ റിസൾട്ട്സ് ഒക്കെ ഡേറ്റ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അബൌട്ട് 10,000 ഇമേജസ് ആണ് വേണ്ടതെന്നാണ് ഒരു കമ്പനിക്കാർ, ഒരു ബോംബെ ബേസ്ഡ് ആയിട്ടൊരു ഒരു കമ്പനി എടുത്ത് വെൻ വി did a deal with them, when they came on board, 10,000 images മാത്രം. പക്ഷെ I said no, that is not how I want. People should ideally understand how to answer the questions. They should only be able to derive into a formula of protocol of what they need to do. അതിനൊരു ക്വസ്റ്റനെയർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ. ലൈക്ക് നിങ്ങളുടെ ഓരോ ചോദ്യം, ഇപ്പോൾ നിങ്ങൾക്ക് തുമ്മൽ, പൊടി, അലർജി ഉള്ളൊരു നിങ്ങൾ യെസ് ടിക്ക് അടിച്ചാൽ അതിൻ്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കിന്നിൻ്റെ റിപ്പയറിംഗ് ക്വാളിറ്റി കുറവാണ്. അങ്ങനെ ഓരോരോ ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ ആ ഡ്രൈനെസ്സിന് നിങ്ങൾക്ക് എങ്ങനെ ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഉത്തരത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് പിടുത്തം കിട്ടണം. റാദർ ദാൻ ബിലീവിങ് പീപ്പിൾ ലൈക്ക് അസ് ഇസ് വെയർ ഐ വോണ്ട്. ബിക്കോസ് സ്കിൻ ക്ലിനിക്സ് ചവറ് കണക്കിന് തുറക്കുക, അത്ര തന്നെ പൂട്ടുന്നുണ്ട്, അത്ര തന്നെ തുറക്കുന്നുണ്ട്. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അതിനൊരു റെഗുലേറ്ററി മെത്തേഡും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കുറേ മെഷീൻസിന് നമ്മുടെ തൊട്ടപ്പുറത്തെ ക്ലിനിക്കാരൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ഒരു കമ്പനിക്കാരൻ ആ ഒരു പുതിയ മെഷീൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഞങ്ങളെപ്പോലത്തെ ടാർഗറ്റ് ഓഡിയൻസ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അവർ വന്ന് സെല് ചെയ്യാൻ നോക്കുകയാണ്. സെല് ചെയ്യുമ്പോൾ ഡോക്ടർ ഇത് ചെയ്താൽ മതി, ഇത് ഇങ്ങനെ വർക്ക് ചെയ്യും. എങ്ങനെ വർക്ക് ചെയ്യും, അതെങ്ങനെ അത് വർക്ക് ചെയ്യുന്ന രീതി എന്താണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആൾക്കാർ അത് ഈ മെഡിക്കൽ കമ്പനിക്കാരത്ത് ചോദിക്കുന്നു, അവർക്കും ചിലപ്പോൾ അറിയുന്നത് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ മോർഫിയസ്, ലെറ്റ് മീ യൂസ് ദിസ് പ്ലാറ്റ്ഫോം ടു പുട്ട് ഇറ്റ് അക്രോസ്. മോർഫിയസ് ഇസ് ബിക്കം എ വെരി കോമൺ സർവീസ് ഇൻഡെക്സ് ഫോർ എ ലോട്ട് ഓഫ് ക്ലിനിക്സ്. മോർഫിയസ് എന്താണ്? ഒരു മെഷീൻ, ഒരു മൈക്രോ നീഡ്ലിംഗ് RF മെഷീൻസ്, സ്കിൻ ടൈറ്റനിങ്ങിന് അല്ല, അത് വേറെ ഒരു കോൺസെപ്റ്റാണ്. വാമ്പയർ ഫേഷ്യൽ ഇസ് വേറെ ഒരു കോൺസെപ്റ്റ്. മെഷീൻ ബേസ്ഡ് ആയിട്ട് ഒരു 19 ലക്ഷം രൂപ ഒരു മെഷീനിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഡോക്ടർ ക്ലിനിക്കിൽ കൊണ്ടുവരും. ആ ഡോക്ടർ എന്തായാലും അത് പൈസ ഉണ്ടാക്കണമല്ലോ ആ മെഷീൻ വെച്ചിട്ട്. അപ്പോൾ ഒരു സർവീസ് ചാർജ് ലെറ്റ്സ് സേ ഒരു 10,000-15,000 രൂപ ഓരോ സെഷന് കൊടുക്കണമെന്ന് വെക്കുക. എൻ്റെ പ്രോബ്ലം അതല്ല. ഈ മോർഫിയസ് ഇന്ത്യൻ സ്കിന്നിന് പറ്റില്ല.
മോർഫിയസ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ US കമ്പനി, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഒരു ടെക്നോളജിയാണ്. ലൈക്ക് റെറ്റിനോളിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ഒരു ടെക്നോളജി നമ്മുടെ സിസ്റ്റത്തിന് ഇത് പറ്റുമോ എന്നുള്ളത്. എത്രയോ മോർഫിയസ് ബാക്ക് ഫയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ക്ലിനിക്കിൽ വരാറുണ്ട്. ഇന്ന ക്ലിനിക്കിൽ പോയി ഇത് ചെയ്തു. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാറ്റ് പാഡിനെ അത് എഫക്റ്റ് ചെയ്യും. പെട്ടെന്ന് നമുക്ക് പ്രായം തോന്നിക്കണ പോലെ വരാം. There are people who benefits Morpheus also. But in a larger proportion, നമ്മുടെ ഒരു ഫേഷ്യൽ ഫാറ്റ് പാഡ് വെച്ചിട്ട് മോർഫിയസ് വെച്ച് കറക്റ്റ് ചെയ്യേണ്ട കേസസ് ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മോർഫിയസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ വാമ്പയർ ഫേഷ്യൽ പോലത്തെ കോൺസെപ്റ്റുകൾ മതി. യു ഡു നോട്ട് നീഡ് എൻ എക്സ്പെൻസീവ് സിസ്റ്റം ടു ഫിക്സ് യുവർ ബ്യൂട്ടി. ഇക്കാലത്ത് ഭംഗിയോടെ ഇരിക്കാൻ ആവശ്യത്തിനേറെ ഓപ്ഷൻസ് ഉണ്ട്. എക്സ്പെൻസീവ് ഓപ്ഷൻസ് ഒന്നും വേണമെന്നില്ല. ബട്ട് യു വോണ്ട് എ ഹെൽത്തിയർ ഓപ്ഷൻ, you want a result that is stable, then it could be during correction stage. It is an investment for you. But time and money and effort എവിടെ ഇടണം എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ ഓഡിയൻസ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ. അല്ലാതെ ഭയങ്കര എക്സ്പെൻസീവ് ആവണമെന്നൊന്നും ഇല്ല. Like our face wash is only what every product of ours is less than 1,000 rupees, 860 rupees and all that. That's a good formula and that's good enough for you all. ഓക്കെ. അല്ല, ഒരു സാധാരണക്കാരൻ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എത്ര വേണ്ടി വരും? എനിക്ക് തോന്നുന്നു മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, സൺസ്ക്രീൻ അല്ല That's good ബേസിക് enough. റിക്വയർമെന്റ് മതി. അത്ര മതി. കൂടുതൽ ഉപയോഗിക്കേണ്ടെന്ന് ഡോക്ടർ തന്നെ പറയാറുണ്ട്, പ്രത്യേകിച്ച് 20s ആൾക്കാരൊക്കെ. ഈ റെറ്റിനോൾ പോലത്തെ പ്രോഡക്റ്റ് ഒക്കെ, ആ, ഈ ആവശ്യമില്ല. റെറ്റിനോൾ അതിന് ഒരു ആവശ്യമില്ല. ഇപ്പൊ ഇൻസ്റ്റഗ്രാമും വിളിച്ചു പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ്, ഐ തിങ്ക് അതിനൊക്കെ ഒരു റെഗുലേഷൻസ് നമ്മുടെ നാട്ടിൽ വന്നാൽ നല്ലതായിരിക്കും. ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സ് ക്യാൻ ഷോ ദെയർ ഔട്ട്ഫിറ്റ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, ബട്ട് നോട്ട് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനൊന്നും ഇൻഫ്ലുവൻസേഴ്സ് വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ വെൻ ഇൻഫ്ലുവൻസേഴ്സ് സേസ് ഒരാൾ പറഞ്ഞ റെറ്റിനോൾ വർക്ക്ഡ് ഫോർ മീ, റെറ്റിനോളിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്. ആര് എപ്പോൾ എന്ത് എങ്ങനെ എവിടെ ഏത് ക്ലൈമാറ്റിക് എക്സ്പോഷറിൽ എന്ത് ഏജിൽ ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്നതൊക്കെ സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. ഫോർമുല ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെറ്റിനോളൊക്കെ ഞാൻ US പഠിക്കണ സമയത്ത് തമാശക്ക് പറഞ്ഞ അന്ന് ചത്തൊടുങ്ങിയ കോൺസെപ്റ്റാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്നത്. ഇപ്പോൾ കൊറിയൻ പ്രോഡക്റ്റിൻ്റെ ഒരു ഇമ്പാക്റ്റും റെറ്റിനോൾ ഓഫ് US കൂടെ ഒന്നിച്ച് ഉപയോഗിച്ച് കയ്യിൽ നിന്ന് പോയ ആൾക്കാരാണ് എൻ്റെ അടുത്ത് കൂടുതൽ ക്ലൈൻറ്റ്. സോ ഇൻ എ വേ ഐ തിങ്ക് ഇൻസ്റ്റഗ്രാം ഇസ് ഓൾസോ ഹെൽപ്പിംഗ് മീ ടു ഗ്രോ മൈ ബിസിനസ്, ബിക്കോസ് സ്കിൻ അത്ര നശിച്ച് ബുദ്ധിമുട്ടി ഒരു ടോപ്പ് ലെയറൊക്കെ സെൻസിറ്റീവ് ആയിട്ടൊക്കെയാണ് ആൾക്കാർ വരിക. ആൻഡ് മൈ ജോബ് ഇസ് ജസ്റ്റ് ടു കീപ് ടെലിംഗ് ദം ദാറ്റ് ഇതൊക്കെ നിർത്തിയാൽ മതി, അപ്പോൾ തന്നെ സ്കിന്ന് നന്നാവും. രണ്ട്, സെൻസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ടോപ്പ് ലെയറിന് മാത്രം ഒന്ന് മാനേജ് ചെയ്ത് കൊടുത്താൽ റൈറ്റ് പ്രോഡക്റ്റ്, ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഇറ്റ് സെൽഫ് ഇസ് ഗുഡ് ഇനഫ്. ഓക്കെ. ഐ എം ഷുവർ ദറ്റ് ഇഫ് പീപ്പിൾ ഓഫ് മൈ നമ്മുടെ ബ്രാൻഡിൻ്റെ ക്ലൈൻസ് ഇത് കേൾക്കുന്നവർക്ക് അവർ കാര്യം മനസ്സിലാവും. ക്ലിയർ ആയിട്ട് ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഓക്കെ. അപ്പോൾ ഡോക്ടർ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിരിക്കണം ഈ ബിസിനസ്സിൽ. ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും. അതെ, ഇപ്പം മെക്സിക്കോയിലൊക്കെ ഒരുപാട് ആൾക്കാർ പിന്നെ ഈ റഷ്യൻ ലിപ്പ് പോലത്തെ ഒക്കെ ചെയ്യാൻ അത് നല്ല പോപ്പുലറാണ്. അവിടെ പോയിട്ടുണ്ടോ? I'm very fascinated that you know Russian lips. Yeah. You Last- look last like one- someone who knows Russian lips. Like, look, but how did you get to know? ലാസ്റ്റ് എപ്പിസോഡിൽ പിന്നെ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ ഡോക്ടർ Okay, അങ്ങനല്ലേ അങ്ങനെ കേട്ടത്. ഓക്കെ, റൈറ്റ്. അല്ല, പക്ഷെ എനിക്ക് അറിയായിരുന്നു, പക്ഷെ അതിന് റഷ്യൻ ലിപ്പാണ് പറയാന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു. ഒരാളെ ഞങ്ങളുടെ കൊച്ചി ക്ലിനിക്കിൽ വന്നിട്ട് റഷ്യൻ ലിപ്സ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ കുട്ടി ഷീ ലുക്സ് വെരി ഈസ്റ്റ് യൂറോപ്യൻ ഓൾസോ. ഓക്കെ. ഷീ ക്യാൻ ക്യാരി ഇറ്റ് ഓഫ്. പക്ഷെ നമ്മുടെ നാട്ടിൽ റഷ്യൻ ലിപ്സ് ഒന്നും ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ ക്യാൻ ക്യാരി ദാറ്റ് ഓഫ്. സോ വി ഹവ് നോട്ട് പുട്ട് ദാറ്റ് ഓൺ എസ്തെറ്റിക് മെനു ഓഫ് സർവീസ്. പക്ഷേ വാട്ട് ഇസ് ദാറ്റ് യു വാണ്ട് ടു നോ അബൌട്ട് റഷ്യ? അല്ല, അതെ മെക്സിക്കോ ഇപ്പോൾ ലൈക്ക് ബട്ടോക്സ് ഒക്കെ വലുതാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന ആൾക്കാർ, അതേപോലെ ആ മാർക്കറ്റ് ഇതേപോലെ ഇവിടെ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്ന ഡോക്ടറിൻ്റെ ഫീൽഡിലുള്ള വേറെ കോമ്പറ്റീറ്റേഴ്സ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അതുപോലെ? ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ നമ്മളൊരു ക്ലേ എടുത്തിട്ട് അതിനെ മോൾഡ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. എൻ്റെ തലയിലുള്ള ഒരു സ്കൾപ്ചറാണ് ഞാൻ ഈ ക്ലേ വെച്ച് ഉണ്ടാക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിന് അനുസരിച്ചിട്ട് നമ്മൾ മോൾഡ് ചെയ്താൽ മതി. ഇത് ഫില്ലറാണ് സാധനം. ഫില്ലറിന് പല യൂസസ് ഉണ്ട്. ഇപ്പോൾ വളരെ തിൻ ലിപ്സ് ആയിട്ട് ലൈക്ക് കൈലി ജെന്നറിന്റെ പഴയ ലിപ്സും ഇപ്പോഴത്തെ പുതിയ ലിപ്സ്, ഒബ്വിയസ്ലി ഇറ്റ് ഹാസ് ടു ബി ഫില്ലർ. ദർ ഇസ് നോ അതർ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി ഡൺ ടു ഗെറ്റ് ഹർ ലിപ്സ് ദാറ്റ് വേ. അപ്പോൾ ഫില്ലർ ആൻഡ് ഷീ ലുക്സ് നൈസ്. സി ഇറ്റ്സ് നോട്ട് ദാറ്റ് ആൾക്കാർ ചില സമയത്ത് ഫില്ലർ ഇട്ടു എന്ന് പറഞ്ഞത് ഐ തിങ്ക് ഐ ലൈക്ക് കൈലീസ് ഫേസ് റൈറ്റ് നൗ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഫീച്ചർ ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ അത് വെച്ച് കറക്റ്റ് ചെയ്യാം. ഒരു വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്.
2 എനിക്കങ്ങനെ ഫീച്ചർ ഡിഫോമിറ്റി ഒന്നുമില്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ എസ്തെറ്റിക് സെൻസ്, ലൈക്ക് റഷ്യൻ എസ്തെറ്റിക് സെൻസ് അല്ല, US-കാരുടെ അല്ല, കൊറിയക്കാരുടെ അല്ല, ഇന്ത്യക്കാരുടെ ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറബ്സിൻ്റെ ഒക്കെ ഒരു ദുബായ് എയർപോർട്ടിൽ പോകുമ്പോൾ തന്നെ കസ്റ്റംസിൽ അവിടെ പെൺകുട്ടികളെ ഇരിക്കണമെങ്കിൽ യു നോ ദാറ്റ് എവ്രി വൺ ഹാസ് ലൗഡ് മേക്കപ്പ്, ബിഗ് ലിപ്സ്, ലൈക്ക് ഐസ് ആർ ഡ്രമാറ്റിക്കലി ഡൺ. എൻ്റെ സൗന്ദര്യ സങ്കല്പം അതല്ല. എൻ്റെ സൗന്ദര്യ സങ്കല്പത്തിന് അനുസരിച്ചിട്ട് എൻ്റെ ലിപ്സ് ഞാനിങ്ങനെ വെച്ചു. ഐ ഓൾസോ ഡൺ മൈ ലിപ് ഫില്ലർ. ലൈക്ക് ഐ പെർട്ടിക്കുലർലി, ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പം കേൾക്കുന്ന ഓഡിയൻസ് ചിലപ്പോൾ ചീത്ത വിളിക്കുക, അയ്യോ എന്ത് മുഖമാണ്, ഇതിനൊരു ഭംഗി ഉണ്ടാവില്ല. ഞാൻ എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയാം, ലൈക്ക് എൻ്റെ ലിപ്സിൻ്റെ ബോർഡർ എനിക്ക് എൻഹാൻസ് ചെയ്യണമെന്ന് തോന്നി. ഐ റീസെൻ്റ്ലി പുട്ട് എ ഫില്ലർ. സോ പീപ്പിൾ വാണ്ട് ഇറ്റ്, വി വിൽ ഡു ഇറ്റ്. ഇതിനൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ചോദിക്കുന്നതൊക്കെ വളരെ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ ഇതൊക്കെ ചോദിക്കുള്ളൂ. ശനി അങ്ങോട്ട് വരുമോ ഈ വരാം. ഐ തിങ്ക് പോക്ക് കണ്ടിട്ട്? വെച്ചിട്ട് നമ്മളൊരു ഇന്ത്യൻ സ്കിൻ ടോൺ വെച്ചിട്ട് ആ ഒരു റഷ്യൻ ലിപ്പ് മാച്ച് ആണോ? ലൈക്ക് സ്കിൻ ടോൺ വെച്ചിട്ടല്ല ഈ ലിപ്സിന്റെ സൈസ് പറയാ. ഇറ്റ്സ് എൻ എസ്തെറ്റിക് സെൻസ് ദാറ്റ് ഈസ് ദെയർ ഇൻ യുവർ ഹെഡ്. പ്രസൻസ് ഒന്നും ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ എപ്പോഴും പറയും. ഇറ്റ്സ് എ സ്റ്റൈൽ ദാറ്റ് യു ഹാവ്, ഇറ്റ്സ് യുവർ പേഴ്സണൽ സ്റ്റൈൽ. ഹൗ ഡു യു വോണ്ട് ടു പ്രൊജക്ട് യുവർ സെൽഫ്? ഇപ്പോൾ ബോഡി മൊത്തം ടാറ്റു ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ കാണാറില്ലേ? ദാറ്റ് ഈസ് ദെയർ എക്സ്പ്രഷൻ ഓഫ് ബ്യൂട്ടി ഓർ എക്സ്പ്രഷൻ ഓഫ് ദെയർ language of how they want to put it across. ഇഷ്ടപ്പെടുന്നില്ല. Like I'm a person who doesn't like tattoo at all. Like I feel like my personal, എന്തോ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനടക്കം they have inked their skin. I mean that's their way of beauty or their way of looking at things. So if you want it, we'll do it for you. ഓക്കെ. അല്ല ഇപ്പോഴത്തെ ഇൻഡസ്ട്രി എങ്ങനെയുണ്ട്? ഇപ്പോൾ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ലൈക്ക് ഗ്രോത്ത് റിയലി ഗുഡ് ഓർ Super looking at good. your No, business as well? of course super good. ഇപ്പോൾ അതിപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി പ്രൊഡക്ട്സ് മാത്രം കൺസ്യൂം ചെയ്യുന്നത് ആണ് അവർ സൗന്ദര്യം നിലനിർത്താനുള്ളൊരു സൊല്യൂഷൻ എന്ന് ചിന്തിക്കുന്ന ഒരു ടാർഗറ്റ് കാറ്റഗറി ഉണ്ട്. ദാറ്റ്സ് ദെയർ ഐഡിയ. സെക്കൻഡ് ഈസ് ഞങ്ങളെ പോലത്തെ ഉള്ള ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് കുറേ പ്രൊസീജിയേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് യുവർ ഐഡിയ ഓഫ് മെയിൻറ്റെയിനിങ് യുവർ ഹെയർ ആൻഡ് സ്കിൻ. വേറെ ഇല്ല, എനിക്കതൊന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ പണ്ടത്തെ കടലപ്പൊടിയും പയറുപൊടിയും മാത്രമേ ഉപയോഗിക്കുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല വെള്ളം വെച്ച് കുളിക്കും. ഞാൻ ഇത്ര ലിറ്റർ വെള്ളം ഞാൻ കുടിക്കും. എൻ്റെ ഇതാണ് വീട്ടിൽ കാണുന്ന DIY മാസ്കുകളൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് നല്ല ലൈഫ് സ്റ്റൈലും മതി എൻ്റെ ഹെയർ ആൻഡ് സ്കിൻ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സോ there are different type of consumer attitude towards our industry right now. നിങ്ങളുടെ കമ്പനിയുടെ റവന്യൂ ജമ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ എത്ര ടൈംസ് വളരുണ്ടാവും ലൈക്ക് പെർ ഇയർ? ഗ്രാഫ് മുകളിൽ I don't want to put out my turnovers. നമ്പേഴ്സ് but, ഉണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ മേ ബി 2 times 3 times. no, see, we used to have massive growth when probably ഒരു 5-6 years back. Okay. COVID കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു competition is higher. ഓക്കെ. The market is getting saturated. Where we stand apart, എനിക്ക് തോന്നുന്നു like a full house solution. Like we have our own products, our own nutrition supplementations, our own protocol. അപ്പോൾ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം, അപ്പുറത്തും PRP ചെയ്യുന്നു ഇപ്പുറത്തും PRP ചെയ്യുന്നത്, നിങ്ങളുടെ പ്രോട്ടോകോൾ എങ്ങനെ ഡിഫറെൻ്റ് എന്നുള്ളത്. ബട്ട് വി പുട്ട് ഇറ്റ് അക്രോസ് ഇൻ എ വേ ദാറ്റ് വി ഹാവ് എ ഗ്രേഡിങ്സ്. വേറെ ഇപ്പോൾ സ്കിന്നിൻ്റെ കാര്യത്തിൽ സ്കിൻ്റെ ക്വാളിറ്റി, പോർ, ടെക്സ്ചർ, ടോൺ, ഹെയറിൻ്റെ കാര്യത്തിൽ സ്കാൽപ്പ്, റൂട്ട്, ഫോളിക്കിൾ ഗ്രോത്ത്, അങ്ങനെ ഓരോ സെഗ്മെൻ്റ് ആയിട്ടുള്ള കറക്ഷൻ, precision correction. So I can only say that how we are different that വേറെ ക്ലിനിക്കാർ 5-6 PRP പറയുമ്പോൾ മേ ബി ഒരു PRPയിൽ കാര്യം തീരും. പക്ഷെ ഒരു PRP ഇവിടെ പ്രശ്നവും ഞങ്ങൾ ഫേസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഒരു PRPക്ക് ലെറ്റ്സ് സേ 1000 രൂപ എന്ന് വരിക്കാം. ഓക്കെ, അവിടെ 5 PRP ചെയ്യുമ്പോൾ എത്രയും 5000 രൂപ. ഞങ്ങളുടെ അവിടെ PRP ചെയ്യുമ്പോൾ 1000 രൂപയ്ക്ക് ചെയ്ത് ഒരൊറ്റ PRP മതി എന്നാണ് ഞാൻ ക്ലെയിം ചെയ്യണമെങ്കിൽ, അതിൻ്റെ കൂടെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻസും ആഫ്റ്റർ കെയറും കയറി വരണം. അപ്പോൾ ഒറ്റ PRPയിൽ വർക്ക് ചെയ്യും. കാര്യം മനസ്സിലോ? അല്ലാതെ 5 PRP മാത്രം എടുത്തിട്ട് മുടിയുടെ വേരിനാണ് പ്രശ്നം, വിറ്റമിൻ ഡിക്കാണ് കുറവെങ്കിൽ അവിടെ 5 PRPക്കും തീരില്ല. അതിങ്ങനെ മുടി കൊഴിച്ചിൽ അവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. PRP തൽക്കാലം പിടിച്ചെടുത്തുള്ളൂ. ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മുടിയുടെ വേരിൻ്റെ ശക്തി നോക്കും, സ്കാൽപ്പിൻ്റെ അവസ്ഥ നോക്കും, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് കറക്റ്റ് ചെയ്യും, നിങ്ങളുടെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻസ് കറക്റ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാം കറക്റ്റ് ചെയ്യുമ്പോൾ ഒന്നൊന്നൊന്നും ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങളുടെ ബില്ലും 5000 ഒക്കെ തന്നെ ആവും. അപ്പോൾ ഒരു PRPക്ക് വരുന്നവൻ അവസാനം എന്തുകൊണ്ട് 5000 ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ PRP മതി, പക്ഷെ അതിൻ്റെ കൂടെ പ്രൊഡക്ട്സും സപ്ലിമെൻറ്റും എല്ലാം കയറി കറക്റ്റ് ചെയ്താലേ മുടി നന്നാവുള്ളൂ. അത് മനസ്സിലാക്കുന്നവരാണ് ഞങ്ങളുടെ ക്ലയൻസ്. ഞാൻ എപ്പോഴും പറയും എൻ്റെ ക്ലയൻസ് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്ന് പറയും.
I don't want to put out names, but I have people from other industry actors coming. അല്ലെങ്കിൽ the biggest of biggest Malayalam film, most of them are our clients, and business ആൾക്കാരാണെങ്കിൽ successful entrepreneurs and business ആൾക്കാരൊക്കെ കുറേ ഞങ്ങളുടെ ക്ലയൻസിനെ ഇപ്പോൾ പറയുമ്പോൾ why I say that, because they understand what we say. പെട്ടെന്ന് അത് മാത്രം ഒരു PRP മാത്രം കുത്തിയതുകൊണ്ട് ഒരു വാമ്പയർ ഫേഷ്യൽ മാത്രമല്ല, നിങ്ങൾക്കൊരു സ്റ്റേബിൾ റിസൾട്ട്സ് വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് എ ലോട്ട് ഓഫ് മൈ ക്ലയൻറ്റ്സ് ക്യാൻ അഫോർഡ് സിസ്റ്റം ദാറ്റ് ഇറ്റ്സ് നോട്ട് ദെയർ ഇൻ മൈ സിസ്റ്റം, ലൈക്ക് ഗോയിങ് ടു മേ ബി വിവ മായർ ഒരു ഗോയിങ് ടു, ഞാനപ്പോൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കും, നിങ്ങൾ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്ന സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, പഠിപ്പിച്ച് കൊടുക്കുകയാണ് എൻ്റെ കൂടുതൽ. ദാറ്റ്സ് വാട്ട് ഐ മോർ പാഷനേറ്റ് അബൌട്ട്. ഐ ടീച്ച് പീപ്പിൾ. ലൈക്ക് 365 ദിവസം ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പല ഇൻ്റർവ്യൂസ് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ഏത് സമയത്ത് ഉപയോഗിക്കുന്നതൊക്കെ അപ്പോൾ എല്ലാം ഐ ടീച്ച് ദം ദ സയൻസ്, ആൻഡ് അത് റിസപ്റ്റീവായിട്ട് മനസ്സിലാക്കുന്നതിന് ഒരു ഇൻ്റലിജൻസ് കപ്പാസിറ്റി വേണം. അല്ലാതെ you can't compare us with a shampoo that has been sold in a supermarket. No, that is not what we are, which is why at your 40s and 50s and all that, you still look your best. ഓക്കെ. ഈ PRP അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ ഹെയറിൽ മാത്രമാണോ അതോ വേറെ പാർട്സിൽ? PRP-നെ കൊണ്ട് കുറേ മെഡിക്കൽ യൂസേജസ് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ഞാൻ only for hair? എൻ്റെ ഡിപ്പാർട്ട്മെന്റുകാർ ചെയ്യുന്നതാണെങ്കിൽ ഹെയറും സ്കിന്നിനും വേണ്ടി, ഓക്കെ. ഓർത്തോക്കാരും ഞാൻ മുട്ടുവേദനയ്ക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അത് എക്സാക്ട്ലി. ഇപ്പോൾ help വി ചെയ്യും. ഹാവ് എ ലോട്ട് ഓഫ് ISL players as our clients, and അവരെപ്പോഴും പറയും PRP എന്ന് പറയുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് അത് മുട്ടിലല്ലേ കുത്താന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും അത് നിങ്ങളുടെ റിക്കവറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ബട്ട് PRP ഇസ് അല്ല, ഞാൻ പറയുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല PRP എന്ന്. ഡോക്ടർ അതൊന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ കാര്യം PRP most of them will understand. So plasma rich platelets, ഇപ്പോൾ നമ്മുടെ ബ്ലഡ് ഒരു 10 ml 12 ml എടുത്തതിന് ശേഷം അത് സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്ലാസ്മ ഒരു ഓക്കെ പെട്ടെന്ന് ലേമാനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബ്ലഡ് റെഡ് കളർ, അതിൽ കുറേ റെഡ് ബ്ലഡ് സെൽസ് പ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡിലോട്ട് ഒരു മെഷീനിലോട്ട് കറക്കും. ഇത്ര RPM ഇത്ര മിനിറ്റിൽ നമ്മൾ കറക്കണം. അത് കറക്കുമ്പോൾ ഈ ചുമന്ന ഭാഗവും അതിൻ്റെ പ്ലാസ്മ ഭാഗവും അവിടെ തിരിയും. ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് ഇതിന് രണ്ടിന് ഇടയിലുള്ളൊരു ഒരു കോട്ട്, ഒരു ബഫി ലെയർ ഉണ്ട്. ആ ലെയറാണ് ഇഞ്ചെക്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ദി സ്ട്രോങ്കസ്റ്റ് ന്യൂട്രിയൻറ്റ് സിസ്റ്റം ദാറ്റ് വിൽ ഹെൽപ്പ് ഫോർ യുവർ സ്കിൻ ആൻഡ് ഹെയർ. ഓക്കെ. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഹാപ്പൻസ് ഇസ് അതൊരു സിറിഞ്ച് അത് വെച്ചൊന്ന് കുത്തുമ്പോഴത്തേക്കും അതൊരു കലങ്ങിപ്പോവും. അപ്പം മിക്ക ക്ലിനിക്കാരും അവരുടെ PRP ട്യൂബിൽ നിന്ന് എടുക്കുന്നത് പ്ലാസ്മ മഞ്ഞ വശം, ആ മഞ്ഞ ലിക്വിഡ് മാത്രം. കിട്ടേണ്ടത് ആ ലെയറാണ്. സോ വിച്ച് ഇസ് വെയർ നല്ല മെഷീൻ. അപ്പോൾ അതായിരിക്കും ഇപ്പോൾ ഓരോ ഹോർഡിങ്സിലൊക്കെ ഞാൻ കാണാറുണ്ട് 1500 രൂപയ്ക്കൊക്കെ PRP ചെയ്തു കൊടുത്തത്. എങ്ങനെയാണ് അത് ചെയ്തു കൊടുക്കുക? അത് ചെയ്തു കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ആ മെഷീനൊക്കെ ഒരു ഉളുക്ക് മെഷീനാവുള്ളൂ. 100%. ഇപ്പോൾ ലേസർ ബേൺസ് ഒക്കെ ആയിട്ട് പല ക്ലിനിക്കിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അത് ഞാൻ പറഞ്ഞത് ക്വാളിറ്റിയും നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നാട്ടുകാർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇപ്പോൾ PRP കാര്യങ്ങൾ യെസ്റ്റർഡേ വി ഹാഡ് എ മീറ്റിംഗ്. ആ കാര്യം പറഞ്ഞിട്ട് ഒരു ക്ലയൻറ്റ് വന്ന് തർക്കിച്ചതാണ്, എനിക്ക് GFC തന്നെ വേണം, PRP പറ്റില്ല എന്നുള്ളത്. ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചൊരു കാര്യം, ഇയാൾക്ക് എങ്ങനെ അറിയാം ഞങ്ങൾ GFC കുത്തണമെന്നുള്ളത്? ഇവന് ചോര എടുത്തുകൊണ്ട് ഞാൻ പോകും, അത് കഴിഞ്ഞിട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് എടുത്ത് കുത്തുന്നു. ഇറ്റ് ഇസ് അവൻ എൻ്റെ മേത്തുള്ള വിശ്വാസമാണ് ഞാൻ GFC കുത്തി കൊടുക്കുന്നത്. പക്ഷെ അവന് GFC ആവശ്യമില്ല, അതിന് 2000 രൂപ എക്സ്ട്രാ തരേണ്ട ആവശ്യമില്ല. ദെൻ ഐ കൺവിൻസ് ദാറ്റ് ക്ലയൻറ്റ് സെയിങ് ദാറ്റ് സി ഇഫ് യു ഗോ ടു എനി അതർ ക്ലിനിക് മേ ബി നിങ്ങൾ GFC തന്നെ കുത്തിത്തരും. നിങ്ങൾക്ക് PRP അല്ല വേണ്ടത്. PRPയും GFC ഒക്കെ കുത്തിക്കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ സെൽസുകൾ തമ്മിൽ സിഗ്നൽ ചെയ്യണം. ആ സിഗ്നലിംഗ് സിസ്റ്റമാണ് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞ സാൽമൺ സ്പെർം ഇഞ്ചെക്ഷൻ, PDRN ഇഞ്ചെക്ഷൻ, എക്സസോംസ് ഒക്കെ. അപ്പം നിങ്ങളുടെ സിസ്റ്റം ഇവിടെയാണ് തെറ്റ്, ഇവിടെയല്ല. ഇത് പറഞ്ഞ് കൃത്യമായിട്ട് വരച്ച് പഠിപ്പിച്ച് കൊടുത്തപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അതേപോലെ ഇപ്പോൾ PRPയുടെ കേസിൽ ഈ പ്ലാസ്മയാണ് മിക്ക സ്ഥലത്തും ഇഞ്ചെക്ട് ചെയ്യുന്നത്. വി ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ്സ് നോട്ട് വി ഗെറ്റ് ദി റൈറ്റ് ഇഞ്ചെക്ഷൻസ് ഓൺ യുവർ സ്കാൽപ്പ് ആൻഡ് സ്കിൻ. അപ്പോൾ ഇൻ നട്ട്ഷെൽ അതൊരു റിപ്പയറിങ്ങിന് നമ്മുടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ PRP എന്ന് വേണമെങ്കിൽ ലേമാൻ ഇഞ്ചുറീസ് ബാക്കി ബോഡി പാർട്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എഫക്റ്റ് റിസൾട്ട്സ് കിട്ടും. സ്കാറിന് എന്താ പറയുക റെജുവിനേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇറ്റ്സ് എ റിപ്പയറിംഗ് തിങ്. ലെറ്റ്സ് പുട്ട് ഇറ്റ് ദാറ്റ് വേ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻഡസ്ട്രീനെ പറ്റി പറഞ്ഞു. ദർഫ്രൈമിന് IPO നുള്ള പ്ലാൻ ഉണ്ടോ? May you all help me to grow in that scale. Okay. We have amazing offers now, but I'm only, like I said, ഇത് ഇങ്ങനൊന്നും വിഷനൊന്നും ഉണ്ടായിട്ട് തുടങ്ങിയതൊന്നുമല്ല. I've reached here. Most of the time I think I'm doing this for myself also, to know
how do I live in this chaotic world properly? എൻ്റെ ഹെയറും സ്കിന്നും ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എൻ്റെ മെൻറ്റൽ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് ന്യൂട്രീഷൻ വലിയൊരു ഭാഗമെന്ന് മനസ്സിലായി. ഇപ്പോൾ ന്യൂട്രീഷൻ്റെ ബാക്കിൽ I'm trying to build up a team. So when I'm building a team, I'm learning a lot of things. Okay. When I'm building a team for my cosmeceutical production, I learned a lot of things. So I think I am learning and I'm only sharing an information. That is it. അല്ലാതെ I wish I could give it for free, but unfortunately I am putting in money to share the awareness and I'm only recovering that money. So it's passion more than business for me. So IPO എന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. There are people who's come on board, very fancy. There's a Bollywood actor's mother who's also she's also into Hollywood. I don't want to name it. Appo they also have skin clinics in Bombay. And they have contacted us. Big corporate giants have contacted us. When I'm just giving it a thought. അവർ വന്നു കഴിഞ്ഞാൽ എൻ്റെ പാഷൻ ഡൈല്യൂട്ടഡ് ആയിട്ട് അതിനെ ബിസിനസ്സായിട്ട് തന്നെ ആൾക്കാരിനെ കണ്ടു തുടങ്ങുമോ, ദെൻ ഇറ്റ് കംസ് ഇൻ ടു എ പ്രഷർ. അതിൻ്റെ പ്രഷറിൻ്റെ ആവശ്യം എനിക്കുണ്ടോ? So which is I always said, I'm not very sure if I'm an entrepreneur. If I was an entrepreneur, I would have grabbed this opportunity and I've gone forward and fixed my platform. I would have been there by now. എല്ലാവരും എന്നെ കാണുമ്പോൾ പറയുന്നത് എന്തൊരു സ്ലോ ഗ്രോത്താ നിലു നിനക്ക്, എന്തൊരു സ്ലോ ഗ്രോത്താ. ബട്ട് ഐ തിങ്ക് It's cool. my clients are great retention. You will never see we will put a hoarding, but I don't think we are people who's put ഒരു മെട്രോപോളിസിലും ഇല്ലാണ്ട് വലിയ ഹോർഡിങ്സോ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഒന്നും ഇല്ല നമുക്ക്. We don't cater to influencers ഒന്നുമില്ല. Luckily for our actors who is always supported, അവരായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞ പല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ട്രാക്ഷൻ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് സ്ലോ ഗ്രോത്ത് അല്ല കേട്ടോ. അപ്പോൾ ദെയർഫോർ പല ബ്രാഞ്ചസും തുറക്കുന്നു. ഇതിനൊരു സിസ്റ്റം ഉണ്ടോ? ലൈക്ക് സെയിം സിസ്റ്റം ആണോ? Very process driven now. ആഹാ. Like it's extremely process driven. That we know that we have a team to set up the infrastructure. We have a team to understand that market, what menu of service should we be catering to, competitor analysis, what are our strength. We have a full-fledged team now. അപ്പോൾ ഒരു സ്ഥലത്ത് തുടങ്ങാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടോ അതോ? No, I think the next clinic we operated in, we set it up in 38-43 days എന്നാണ് ഇന്നലെ എടുത്ത് പറഞ്ഞത്. Because Okay. we have understood that our scale of, because we just opened Kannur, we are opening something else in Malabar area now. That was only less than ഒന്നര മാസത്തിനുള്ളിലാണ് എൻറ്റയർ പ്രോജക്ട് സെറ്റപ്പ് തീർന്നത്. അവിടുത്തെ ഡാറ്റ കളക്ട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എത്ര പേര് വരുന്നുണ്ട്? അത് ഇവിടെ കൊച്ചിയിലോട്ട് ക്ലിനിക്കിലോട്ട് വന്ന ആൾക്കാരെ ഡാറ്റ നോക്കിയിട്ടാണോ? ഇപ്പോൾ മലബാറിൽ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മലബാറിന് കൂടുതൽ ആൾക്കാർ വരുന്നത് കണ്ടിട്ടാണോ നിങ്ങൾ അവിടെ തുടങ്ങുന്നത്? ഫോർച്ചുനേറ്റ്ലി കേരളത്തിലില്ലേ, കേരളം ഒരു മൊത്തം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒരു സിറ്റി ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ബാക്കി സ്റ്റേറ്റുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മദ്രാസ് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വിജനമായിട്ടുള്ള സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ടൗൺ. നമ്മൾ ആക്ച്വലി ശരിക്കും ഫുൾ ടൗൺ തന്നെയാണ്. കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ടൗൺ അല്ലാത്തൊരു സ്ഥലം നമ്മൾ കാണില്ല. അപ്പോൾ കേരളം മൊത്തം ഒരു സിറ്റിയാണ്. അപ്പോൾ കൺസ്യൂമർ പാറ്റേൺ ശരിക്കും നമുക്ക് വേഗം മനസ്സിലാവും. അത്രയും അധികം ഇപ്പം മലപ്പുറത്തുനിന്ന് ഒരു കുറേ പേര് ഞങ്ങൾ കൊച്ചി ക്ലിനിക്ക് വരുമ്പോഴല്ല മലപ്പുറത്ത് ഇപ്പോൾ ഒരു ഈ വിളിച്ച ഞങ്ങൾക്ക് ഇടാമെന്നുള്ളത് പണ്ട് അങ്ങനെ ആയിരുന്നു. തൃശ്ശൂർ ഞങ്ങൾ തുടങ്ങിയപ്പോൾ കൊച്ചിയിൽ നിന്ന് കുറേ പേര് വന്നപ്പോഴാണ് കൊച്ചിയിലോട്ട് നമ്മൾ കേറ്റർ ചെയ്യാം. അപ്പം മെട്രോ സിറ്റിയിലോട്ട് ഞങ്ങൾ കഴിഞ്ഞു. ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊച്ചി, തൃശ്ശൂർ, കണ്ണൂരൊക്കെ ആയി. ഇപ്പം ബേസിക് നമ്മൾ അങ്ങനത്തെ സിറ്റീസിലായി. ഇനിയുള്ളത് തിരൂർ, മലബാർ, ഇപ്പം മലപ്പുറം, അങ്ങനത്തെ ഒരു പെരിന്തൽമണ്ണയൊക്കെ വലിയ മാർക്കറ്റ് തന്നെയെന്ന് എനിക്കറിയാം. പക്ഷേ I want to see how do I want to get that across, because there are so many hospitals right now അവർ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫങ്ഷണൽ മെഡിസിനിലോട്ട് മാറി. അപ്പോൾ നിങ്ങളിപ്പോൾ പോകുന്ന ടൈപ്പ് ഓഫ് ക്ലിനിക് ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എൻ്റെ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. ഓക്കെ. ഒരു ലൊക്കേഷനിൽ ഒരു ക്ലിനിക്ക് ഇടുമ്പോൾ ഒരു ബേസിക് മാർക്കറ്റ് സ്റ്റഡി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഷെയർ ചെയ്യാൻ പറ്റുമോ? to do that, market Okay. research team to do that. അല്ല, അതിന്റെ കുറച്ച് KPIs ഫാക്ടേഴ്സ് ഒക്കെ എന്തായിരിക്കും ഒരു ലൊക്കേഷനിൽ ഇടുന്ന ഒരു ക്ലിനിക്? So that's what I was trying to say. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു എക്സ്റ്റെൻസീവ് റീസേർച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റീസേർച്ച് നടത്താനുള്ളൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു കൺസ്യൂമർ ആറ്റിറ്റ്യൂഡൊന്നുമല്ല. ഏറെക്കുറെ ഒരേ ഒരു സ്പെൻഡിങ് കപ്പാസിറ്റിയും ഏറെക്കുറെ ഒരേ ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ എക്സ്റ്റെൻസീവായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല. ഓൺലി ബിക്കോസ് വി ആർ വെരി ഹൈപ്പർ ലോക്കൽ, ലൈക്ക് ആസ് ഇൻ കേരള മാത്രം.
അതുകൊണ്ട് മാത്രം മേ ബി ഞങ്ങൾ ചിലപ്പോൾ ഇതിനപ്പുറം എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ വി വുഡ് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി വൺ ഡിപ്പാർട്ട്മെന്റ് വിൽ ഹാവ് ടു സ്ട്രോങ്ലി സെറ്റ് ഇറ്റ് അപ്പ്. ഓക്കെ. ഇപ്പം എത്ര ക്ലിനിക്സ് ആയി ടോട്ടൽ? 8 8 ക്ലിനിക്സ് കേരളത്തിൽ മാത്രം. 7 Hmm. 7 I think e-commerce platform is something that I'm more involved now. ഇ-കൊമേഴ്സിൽ ന്റെ ഇ-കൊമേഴ്സിൽ അപ്പോൾ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ട്രാഫിക് ഉണ്ട്. luckily yes, touch wood yes, ഓർഗാനിക് കംപ്ലീറ്റ്. organic ആയിട്ടുള്ള most of the time I think I've been extremely lucky that way also. ഒരു ഇപ്പോഴത്തെ ഒരു ബിസിനസിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. എൻ്റെ ഒരു സ്ട്രെങ്ത് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു ക്ലയൻസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്തോരം ഗോൾ ഫോയിലിംഗ് സിസ്റ്റമാണ്. ഗൂഗിൾ റിവ്യൂസ്, മറ്റെന്താണ് ഗൂഗിൾ മൈ ബിസിനസ്, മറ്റേ ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയ ഗിമിക്സ് ദാറ്റ് വി ഹാവ് ടു ഡു. ഇതൊക്കെ ഒരു പ്രോബ്ലം വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ആൾക്കാരുടെ അടുത്ത് എന്നൊന്നല്ല. കാരണം അവരും ഒന്ന് പറഞ്ഞു വെച്ചാൽ ഡോക്ടർ ഇപ്പോഴത്തെ ഈ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുക, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ഹുക്ക് കോണ്ടന്റ് വേണം. പക്ഷെ എന്നുള്ള ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഞങ്ങളുടെ ഓഫീസിൽ അതാണ്. ഇഫ് യു ഡോണ്ട് കം ഔട്ട് ആൻഡ് ബി ദറ്റ് ക്ലീഷേ തിങ്, പീപ്പിൾ ആർ നോട്ട് ഗോയിങ് ടു നോ. ഐ സെഡ് ഐ ഡോണ്ട് തിങ്ക് സോ. ഇഫ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ ബ്രാൻഡ് ഇത്ര സർവൈവ് ചെയ്യില്ലായിരുന്നല്ലോ. ഞാൻ എന്താ പറയുക, ഇറ്റ്സ് എ സീരിയസ്, ഇറ്റ്സ് എ വെരി കൺസർവേറ്റീവ് തോട്ട് ഓൾസോ. ഇത് കേൾക്കുന്ന ഓഡിയൻസിന് പലതും തോന്നുന്നു. ഡോക്ടറിന് ഇപ്പോൾ വൈറലായിട്ട് കുറേ ഓഡിയൻസിലോട്ടാണ് റീച്ച് ചെയ്തിട്ട് കാര്യമില്ല, ബൈയിങ് ഓഡിയൻസ് വേണം. Exactly, that's what I say. See, buying audience. See, when you get somebody for an inauguration of maybe a jewelry store or something, see, that's a trend that's happening in Kerala right now. They have certain personalities coming and doing the inauguration for a particular type of brand. അവിടെ ഈ ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്ന ഒരാളെ കാണാൻ വരുന്ന ഒരു ജനത, എല്ലാവരുടെ ഓഡിയൻസ്, എല്ലാവരുടെ കൺസ്യൂമേഴ്സ്. പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കും, ദെൻ വൈ ഡു യു വാണ്ട് ടു ഡു ദാറ്റ്? ടു ഗെറ്റ് ദറ്റ് റീച്ച്. നമ്മളിങ്ങനെ ഒരു ബ്രാൻഡ് തുറന്നു എന്നുള്ള റീച്ച് കിട്ടിയിട്ടും എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ പ്രോഡക്റ്റ് മോശമാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് സസ്റ്റെയിൻ. സോ റാദർ I've always looked into putting more time and money and effort into the system to be more precise at this point, rather than shouting out through Instagram and other social media platforms in a cliche style to be viral. ഓക്കെ. Yeah, I can put it across that way. Maybe see, ഞാൻ ഓൺടർപ്രണർ ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്കറിയില്ല ഇപ്പോഴത്തെ ഓൺടർപ്രണേഴ്സ് ഒക്കെ എന്തൊക്കെയാ ചെയ്യുക. ഇപ്പോഴത്തെ ഒരു സ്കൂൾ ഇവിടെ കൊച്ചിയിൽ നടത്തുന്ന സ്കൂൾ ടീച്ചേഴ്സ് ഡേയിൽ ടീച്ചേഴ്സ് ഡാൻസ് കളിക്കുന്നു, കാര്യങ്ങളൊക്കെ. They're forced to make contents, but I want to come out like long term. I think everyone gets it now. പണ്ടത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ അല്ല ഇപ്പോൾ ആളുകൾ. People get it. ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ ചോദിച്ചു നേരത്തെ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസറിന് ഞാൻ എടുക്കാത്തതെന്ന് ബിഫോർ വി സ്റ്റാർട്ടഡ് ഓഫ് ഇന്റർവ്യൂ ആസ്ക്ഡ് മീ. സോ ഒരു ഇൻഫ്ലുവൻസർ we just have to pay. They come on board. They do hydrofacial today. 2 months later they'll go to another clinic. They'll get paid there. You're putting your brand down. That's true. No, I would rather want to say that no, my clients will speak. Let's have a loyal people to speak about our brand, and when they speak about our brand, they have to be fully aware of the signs that we are putting across. So that's the way I want to come across. ആ ബിസിനസ് മോഡലിന് അടിപൊളിയാണ്. ലൈക്ക് ഒരു ക്ലൈൻറ്റ് ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ നിന്ന് ഒരു ക്ലൈൻറ്റ് ഇറങ്ങി വന്ന് അവരുടെ ഫേസ് കാണുമ്പോൾ എങ്ങനെ ഈ മാറ്റം വന്നു എന്നൊരാൾ ചോദിക്കും എന്തായാലും. That's good അപ്പോൾ enough. ഓക്കെ, ആ ഒരു റെഫറൽ വേല ചെയ്യുന്ന ഒരു ബിസിനസ്, ലൈക്ക് ആ ഒരു Correct. മാർക്കറ്റിംഗ് Very സ്ട്രാറ്റജി strong. അതെ നല്ല ഓർഗാനിക്കും ആണ്, സ്ട്രോങ് ആണ്. Correct. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ കുറേ പേര് നമ്മുടെ ഇപ്പോൾ ആക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ബ്രാൻഡിൽ അവർ വരുന്നുണ്ടെങ്കിലും there are certain brands that they call and say that ഫ്രീ ആയിട്ട് തരാം, നിങ്ങൾ എൻഡോസ് ചെയ്യണം. ബട്ട് ഐ ടെൽ ദം, അല്ല ലേസർ ഹെയർ റിമൂവലൊക്കെ ഫ്രീ ആയിട്ട് എടുക്കുക, ടെക്നിക്കൽ വർക്ക്സ് ഒക്കെ ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. ആൻഡ് അങ്ങനെ ഒരു സെറ്റ് ഓഫ് വിച്ച് ഇസ് ഓൾസോ ദെയർ ഇൻ്റലിജൻസ്. ദേ കം ആൻഡ് ഡിസ്കസ് എന്താ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുക. ആൻഡ് ഇറ്റ്സ് എ ജോബ്. ലൈക്ക് ഞങ്ങളുടെ ക്ലയൻസിനെ കുറേ പേര് മറ്റേ ക്ലിനിക്കിലോ അല്ലെങ്കിൽ അവിടെ മറ്റേ വെഞ്ചേഴ്സിൽ പോയിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ it's that I love certain clients calling up and saying that Nilu ഞാനിത് ചെയ്യണം. But it's your job. Of course you have to do. When you're coming here, of course we're charging you. So influencers ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ വേറെ കാര്യം, ഫ്രീ ആയിട്ട് കൊടുത്താൽ എത്ര കൊടുക്കും ഞാൻ? ശരിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ലെറ്റ്സ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇല്ലേ കൊളാബ്, എന്താ പറയുക, എന്നിട്ട് ട്രേഡ് ഓഫ്, അങ്ങനത്തെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് എന്നെ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ maybe you will expect that you want something from me also. അത് ഞാൻ ഫ്രീ ആയിട്ട് തരുമ്പോൾ ഒരു മനുഷ്യ സ്വഭാവമല്ലേ, ഞാൻ ചിലപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് സാധനം നിങ്ങൾക്ക് വേണ്ടിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ തരില്ലായിരിക്കും. ഇഫ് യു ആർ മൈ കൺസ്യൂമർ ആൻഡ് യു ആർ കമ്മിങ് ആൻഡ് ഡൂയിങ് എവറിഥിങ് ഫോർ ഫ്രീ, then tomorrow I will not be interested to
interested to probably, interact with you and understand more, because you're costing my time, and if I'm not being rewarded for that, and that reward is good for my business to grow, then I don't want people who understands my value. ഒരുപാട് ആൾക്കാർ വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് അത്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ വാല്യൂം താഴ്ത്തു പോവുക. നോ, ഇറ്റ്സ് നോട്ട് റൈറ്റ്. നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ എക്സ്പെർട്ടീസ്, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഫെയർ മാർക്കറ്റ് പ്രൈസാണ്. അല്ലാണ്ട് അപ്പുറത്ത് ഒരു PRP 5000 രൂപ കൊടുത്തിട്ട് ഞാനിവിടെ 10000 രൂപയ്ക്ക് കൊടുക്കില്ല. ദാറ്റ്സ് ഓൾസോ വെരി ഈസി ഫോർ എസ്, ബിക്കോസ് നമ്മുടെ വോള്യൂം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എനിക്ക് ഒരു ബ്രാൻഡ്, നമ്മുടെ ബ്രാൻഡ് മാത്രമേ ഉള്ളൂ. ഇത്രയും സെൻറ്റേഴ്സ് കേരളത്തിലുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം എടുക്കുമ്പോൾ മെറ്റ ക്ലിനിക്കിൽ അവർ 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ആൾക്കാർ 80 രൂപയ്ക്ക് കിട്ടും. ഇത്രയും വോള്യൂം വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പ്രൈസിൽ എനിക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എഗെയിൻ അത് അത്രയും കോൺഷ്യസ്ലി, ഇല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലാണ്, എൻ്റെ ബിരിയാണിക്ക് ഇത്രയും കാശ് ഞാൻ ചാർജ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നേ ഇല്ല. സോ ഐ ഡോണ്ട് തിങ്ക്, ലൈക്ക് ഐ സെഡ് അഗെയിൻ, I don't think I'm an entrepreneur. I don't think, which is why I'm being extremely harsh on myself. Well, I don't think. Luckily for me, ഞാൻ ചെയ്യുന്ന ജോലിയോടുള്ള പാഷൻ, I don't think I'm very profit driven or business driven. No. Okay. I might be if there is a pressure when a corporate comes on board. You have to excel in a particular way. Maybe അങ്ങനെ ഒരു സ്വപ്നം, നേരത്തെ IPOടൊക്കെ സ്വപ്നം കയറി വരുമ്പോൾ ആലോചിക്കാം. ഇത് സ്കെയിൽ ചെയ്ത് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഹയർ ആരായിരുന്നു ഇത് ബിൽഡ് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നത്? എനിക്കൊന്ന് എൻ്റെ അന്നത്തെ ടീം ഇപ്പോഴും ഉണ്ട്. 10-11 കൊല്ലമുള്ള സ്റ്റാഫുകൾ ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. ഗ്രോത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ഞാൻ സെറ്റപ്പ് ചെയ്തത് കസ്റ്റമർ കെയർ ടീമാണ്. കസ്റ്റമർ കെയർ ടീമിനെയായിരുന്നു ഞാൻ ആദ്യം സെറ്റ് ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു പ്രോപ്പർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടീമിനെ ഞാനും സെറ്റ് ചെയ്തത്. കാരണം ലീക്കേജ് എവിടെ ആയിരിക്കണം എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്ത്, ഇൻവെന്ററി ഇസ് എ ബിഗ് തിങ് ഫോർ us. ഫസ്റ്റ് മുതൽ ഇതുണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്? ഇല്ല. ഫസ്റ്റ് ആക്ച്വലി ഒരു ഇന്ന് കാണുന്ന ക്ലിനിക്ക് പോലെയായിരുന്നു ഞങ്ങൾ 10 കൊല്ലം മുന്നേ. ആസ് ഇൻ ജനറൽ ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഹെയർ ഫെയർ എന്നായിരുന്നു പേര്. ഹെയർ ഫെയർ എന്നൊരു പേര്. പിന്നെയാണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ മുന്നോട്ട് പോകുമ്പോൾ ആ സപ്ലിമെന്റും പ്രോഡക്ട്സ് ഒക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളുടെ റിസൾട്ട്സ് ഡെലിവർ ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് ആ സിസ്റ്റം വന്നത്. ഇപ്പം എനിക്കറിയാം ദാറ്റ് സപ്ലിമെന്റ്സും പ്രോഡക്ട്സും മാത്രമല്ല ന്യൂട്രീഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വി ആർ ട്രൈങ് ടു സെറ്റപ്പ് എ ഫങ്ഷണൽ മെഡിസിൻ ടീം ഫോർ ദ റൈറ്റ് ന്യൂട്രീഷൻ സിസ്റ്റം. ഓൾസോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സെല്ലുലർ കറക്ഷൻ ഇസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇപ്പോൾ ഈ ക്യാൻസർ വരാതിരിക്കാനും എല്ലാം കൊണ്ടും. അപ്പോൾ ഐ എം ബിഹൈൻഡ് ദാറ്റ് റൈറ്റ് നൗ. ഒരു പ്രൊഡക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര സ്കിൻ ടോണിൽ ചെക്ക് ചെയ്യും? ഇപ്പോൾ നമ്മൾ ചില സ്കിൻ ടോണിലൊന്നും പ്രശ്നം, അല്ലെങ്കിൽ ചില ഞാൻ മേക്കപ്പ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മേക്കപ്പിനാണ് ഈ സ്കിൻ ടോണിന് അനുസരിച്ചിട്ട് നമ്മൾ സ്കിൻ ടൈപ്പാണ് ഉദ്ദേശിച്ചത്. സ്കിൻ ടൈപ്പ്. അപ്പം ഞാനൊരു ജനറൽ ആയിട്ടുള്ള ആളുകളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ഒരു pH ബാലൻസ് ചെയ്യാൻ ഏറെക്കുറെ എൻവയൺമെന്റൽ ഫാക്ടേഴ്സും ജനറ്റിക് ഫാക്ടേഴ്സിലും വെച്ച് നമ്മുടെ pH ബാലൻസ് ചെയ്യുന്നത് ഏറെക്കുറെ ഒരു കോമൺ ഫോർമുല നമുക്ക് കിട്ടും. ഞാൻ അങ്ങനത്തെ ഫോർമുലാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഐ എം നോട്ട് ഇൻ ടു സീറം പ്രൊഡക്ഷൻസ്. ഐ എം നോട്ട് ഇൻ ടു കറക്റ്റീവ് സ്കിൻ കെയർ ഏജന്റ് പ്രൊഡക്ഷൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്കിന്നിനെ കറക്റ്റ് ചെയ്തെടുക്കാൻ ഒരു പെർട്ടിക്കുലർ ഏജന്റ് വേണ്ടി വരും. ദാറ്റ് ഈസ് ലിറ്ററലി കസ്റ്റമൈസേഷൻ. അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ കറക്റ്റ് ഫേസ് വാഷും സൺസ്ക്രീനും മോയ്സ്ചറൈസറും അത് ഏറെക്കുറെ ഒരേ 100-99 ആൾക്കാർക്കും ഒരേ ഫോമിലായിരിക്കും. പിന്നെ അവന്റെ പോർസ് ഡ്രൈ ആവുന്നു, സെൻസിറ്റീവ് ആവുന്നത് ഈ പ്രൊഡക്റ്റുകാരനല്ല. അവന്റെ സ്കിന്നിന്റെ സ്വഭാവ രീതി, അവന്റെ എൻവയൺമെന്റോ അവന്റെ ഒരു സ്കിൻ കണ്ടീഷൻ കാരണമായിരിക്കും. അത് ഞാൻ ക്ലിനിക്കലി കറക്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ഒരു ജനറൽ ഫോർമുലയിൽ അവർ ഫിറ്റും ചെയ്യും. നേരത്തെ സപ്ലിമെന്റ്സിനെ പറ്റി പറഞ്ഞല്ലോ. എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു സപ്ലിമെന്റ് പറഞ്ഞാൽ ഏതായിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്? Vitamin C. Vitamin C. Yeah, vitamin C. That is the only thing that I would want to say that everyone should have. പ്രതിരോധ ശക്തി ബെറ്റർ ആയിരിക്കണം. നമ്മുടെ കുറേ ബോഡിയിലത്തെ റിപ്പയറിംഗ് സിസ്റ്റത്തിന് വിറ്റമിൻ സി ആവശ്യം വരും. നമ്മൾ എന്തെങ്കിലും വേറൊരു ന്യൂട്രീഷൻ സപ്ലിമെന്റേഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ വൈറ്റമിൻ സി ബിക്കംസ് എ കാറ്റലിസ്റ്റ്. എബ്സോർപ്ഷൻ അത് ഹെൽപ്പ് ചെയ്യും. സോ വിറ്റമിൻ സി ഈസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അത് വൈറ്റമിൻ സി സപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കണേ. ആളുകൾ വന്നിട്ട് തർക്കിക്കുന്ന ഒരു കാര്യം അതാണ്, ഓറഞ്ച് ജ്യൂസ് കുടിച്ചാൽ പോരെ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓറഞ്ച് ജ്യൂസിൽ നിന്ന് വൈറ്റമിൻ സി അതന്നെ ഈ ടൈപ്പ് ആൾക്കാരെ വന്നിട്ട് എന്താ ചോദിക്കുന്നത്. അങ്ങനെ ഒരു നാരങ്ങ ജ്യൂസിൽ നിന്ന് വൈറ്റമിൻ സി കിട്ടണമെങ്കിൽ ഒരു തോട്ടം നാരങ്ങ ജ്യൂസ് കുടിക്കേണ്ടി വരും ഒരു ദിവസം. ഒരു സപ്ലിമെന്റിൽ അത്രത്തോളം ഉണ്ട്. അല്ല, ഇതൊരു പവർ പാക്ഡ് ആയിട്ട് നിൽക്കണം. ഇതിന് കോൺസെൻട്രേറ്റഡ് ഫോർമാറ്റാ ഈ സപ്ലിമെന്റ്. നിങ്ങളുടെ നാരങ്ങ വെള്ളത്തിൽ ആ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ഉമ്മ പിഴിഞ്ഞിരുന്ന ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഉള്ള എല്ലാ ദിവസം കിട്ടേണ്ട ഒരു പെർസെൻറ്റേജ് കിട്ടണമെന്നില്ല.
So you have to have supplements. It's important. ഇറ്റ്സ് എ ഗുഡ് ഇൻഫർമേഷൻ. Thank you. അല്ല പിന്നെ നമ്മൾ പറഞ്ഞല്ലോ വൈറ്റമിൻ ഡി കിട്ടാൻ വെയിൽ കൊള്ളണം എന്നുള്ളത്. പക്ഷെ വെയിൽ അതല്ല കൊള്ളുന്നവനും വിറ്റമിൻ ഡി ഇല്ലല്ലോ. എങ്ങനെ വെയിൽ കൊള്ളുന്നവനും വിറ്റമിൻ ഡി കുറവായിരിക്കാലോ. കവേർഡ് ആയതുകൊണ്ടൊക്കെ ആവൂലേ? അങ്ങനെയല്ല, വിറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്തെടുക്കണമെങ്കിൽ കുറേ എക്സാക്ട്ലി മൈ പോയിന്റ്. സി ന്യൂട്രീഷൻ കംസ് എ ബിഗ് റോൾ. വിറ്റമിൻ ഡി നല്ലതാണെങ്കിൽ എൻ്റെ സ്കിന്നും ഹെയറും നന്നു മുടി ഒഴിച്ചിട്ട് വരില്ലല്ലോ. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ എങ്ങനെയാണ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടേ എന്നുള്ളത് ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടോപ്പിക് ദറ്റ് വി നീഡ് ടു ഡിസ്കസ്. എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഇത്രയും വൈറ്റമിൻ ഡി ഇപ്പോൾ ഈയിടെയായിട്ട് എല്ലാവരുടെ ബോഡിയിൽ കുറയുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ആൻഡ് നമ്മുടെ ബോഡിയിലത്തെ പ്രതിരോധ ശക്തി ഹാസ് ടു ബി ഹൈ. പണ്ടൊക്കെ വിറ്റമിൻ ഡി ഒരു ഇന്ത്യൻ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ 30 സഫിഷ്യൻറ്റ് ലെവൽ. ഇപ്പം 50 ആക്കിയുണ്ട് കുറേ സ്ഥലത്ത്. കാരണം അത്രയും വേണം നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ആരോഗ്യമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 30 താഴെയായിരുന്നു ഇൻസഫിഷ്യൻറ്റ്, 50 താഴെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഇനി 50 എന്നാൽ 50 100 എന്നാൽ ഞാൻ ഡോക്ടർ 100 ആക്കാം എന്ന് വിചാരിക്കാതെ കിഡ്നിക്ക് ലോഡ് കൂടുതലാണ്. അപ്പം അപ്പോൾ വിറ്റമിൻ ഡി അടക്കം കൂടുതൽ കഴിച്ചാൽ ബോഡിക്ക് ബാക്ക് ഫയർ ചെയ്യാം. അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. കിഡ്നിയിൽ അത് ലോഡ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ആൾക്കാർ വിചാരിക്കരുത് ഈ ഗ്ലൂട്ടത്തൈൻ്റെ സൈഡ് എഫക്ട്സ് ചോദിക്കുന്നവൻ വിറ്റമിൻ ഡിയുടെ സൈഡ് എഫക്റ്റും ചോദിക്കണം. എല്ലാത്തിനും ഒരു അളവിൽ കഴിക്കാനേ പാടുള്ളൂ. അളവിൽ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അളവിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയേ പറ്റൂ. എന്നിട്ട് അത് അളവിലുണ്ടെങ്കിൽ ആവശ്യമുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കണ്ട. എന്തിനാ വെറുതെ കിഡ്നിക്ക് ലോഡ് കൊടുക്കണേ? അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. സോ എല്ലാ ദിവസവും കഴിക്കേണ്ട സപ്ലിമെൻ്റ് ഏതാണെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ വിറ്റമിൻ സി മാത്രം പറഞ്ഞത്. അതിൽ വൈറ്റമിൻ ഡി കാര്യങ്ങളൊക്കെ സബ്ജക്റ്റീവാണ്. ഓക്കെ, വെയിൽ എന്നാലും സപ്ലിമെന്റ്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യണമെന്നുള്ളത്. എന്തായാലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ചെക്ക് ചെയ്ത ശേഷം മനസ്സിലാക്കുക ഏതൊക്കെ കുറവ് ഏതൊക്കെ. വിറ്റമിൻ ഡി എന്ന് മാത്രമല്ല, നമ്മുടെ സീറം ഫെററ്റിൻ, അയൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബോഡിയിൽ. അയൺ, ഫെററ്റിൻ ലെവൽസ് ഇല്ലെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് എപ്പോഴും കറക്റ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. ദോസ് ആർ ഓൾ സ്കിന്നിൻ്റെയും ഹെയർ. ഞാൻ എൻ്റെ വശം എനിക്ക് പറയാൻ പറ്റുള്ളൂ, പക്ഷേ ഹെൽത്തും ഉണ്ട് ഇതിൻ്റെ വശം. ഹെൽത്തും സ്കിന്നും ഹെയറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഉള്ളിലത്തെ വിറ്റമിൻ ഡി, സി, മെഗ്നീഷ്യം ലെവൽസ് ഫോർ യുവർ മൈൻഡ്, സിങ്ക് റിപ്പയറിങ്ങിന് വേണ്ടി വിറ്റമിൻ സി, വിറ്റമിൻ ഡി, അയൺ, ഫെററ്റിൻ, കാൽഷ്യം ഒക്കെ ഇമ്പോർട്ടൻറ്റാണ്. എല്ലാം എടുത്ത് നമ്മൾ ഒരു ദിവസം കഴിക്കുകയാണ്, ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ ഇതെല്ലാം ഇപ്പോഴേ കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് കിഡ്നിക്ക് അത് ഇഷ്യൂസ് വരാം. സപ്ലിമെൻറ്റേഷൻസ് ഏത് നമുക്ക് വേണം എന്നുള്ളത് അതാത് എക്സ്പേർട്ടിനെ പോയി കണ്ട് കറക്റ്റ് ചെയ്യണം. ദാറ്റ് ഇസ് അനദർ സി. ഇപ്പം എൻ്റെ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഇടയ്ക്ക് ഞാൻ ആലോചിക്കും, ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്കിന്നല്ലേ കേടാവുള്ളൂ, ആരോഗ്യം കേടാവില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കും. ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് വന്ന് പറയുമ്പോൾ ഇന്ന സപ്ലിമെൻറ്റ് കഴിക്കൂ, ഇന്നത് കഴിക്കൂ, അശ്വഗന്ധ എല്ലാ ദിവസവും കഴിക്കൂ, ഇല്ലെങ്കിൽ ഈ കഷായം എല്ലാ ദിവസവും കുടിക്കൂ, ഇല്ലെങ്കിൽ ഇത് അതൊക്കെ ആൾക്കാർ ശ്രമിച്ചു തുടങ്ങി അത് ബുദ്ധിമുട്ടാവും. അത് ഹെൽത്തിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഷുഡ് സ്റ്റെപ്പ് ഇൻ ആൻഡ് റെഗുലേറ്റ്. ഓൺലി പെർട്ടിക്കുലർ ഡെസിഗ്നേഷൻ ഉള്ള ഡിഗ്രി ഉള്ള പ്രാക്ടീസിങ് ഡോക്ടേഴ്സും ഒക്കെ മാത്രമേ ഇതിനെക്കുറിച്ച് ഒത്തൻറ്റിക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ആക്കണം. ഇല്ലെങ്കിൽ ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇൻ്റലിജൻസ് അനുസരിച്ചിരിക്കും ഇത് കഴിച്ചു തുടങ്ങൽ. അല്ല, ഒരു കാര്യം ചോദിക്കാണ്. ഡോക്ടറിന് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ആൻസർ ചെയ്യുക. ഇപ്പോൾ ഡോക്ടറിന് 2 ഡിവോഴ്സ് ഉണ്ടായതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരാൾ ഈ ബിസിനസ്സൊക്കെ ബിൽഡ് ചെയ്ത് വരുന്ന സ്റ്റേജിൽ ഡൗൺ ആയിപ്പോലെ. അപ്പോൾ ലൈക്ക് നമുക്കറിയാം ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായ അവസ്ഥ, ഒരാൾ നന്നായിട്ട് ഡൗൺ ആയിപ്പോവും. പിന്നെ അതിൽ നിന്ന് എനർജി ഒക്കെ എടുത്ത് തിരിച്ചു വന്ന് നമ്മളെ മൈൻഡ് ഫുള്ള് ഇതാവും, ഇതിൻ്റെ ഒരു വേദനയാവും. അപ്പോൾ 2 ഡിവോഴ്സൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ആ എനർജിക്കൊന്നും ഒരു നഷ്ടമില്ലാതെ ഇതുപോലെ അങ്ങനെ പ്രായത്തിലുള്ള കുട്ടികൾ ഈ ഒരു ഏരിയയിൽ ഇതൊക്കെ ചോദിക്കുന്നത് തന്നെ ശരിയല്ല. കാരണം ഡിവോഴ്സ് ഒരു വലിയൊരു സംഭവമായിട്ട് അതെല്ലാവർക്കും അങ്ങനെ ചെയ്യരുത്. എല്ലാ കാരണം ബിക്കോസ് ഐ ഓൾവേസ് സി എൻ്റെ ഡിവോഴ്സ് സംഭവിച്ചത് കഷ്ടമായി പോയി. ഓക്കെ It's not that I think that as an independent woman to achieve your dreams, you don't have to be single. അത് ഒരു കറക്റ്റ്. എൻ്റെ ഉപ്പ അമ്മ ബിggest example. I think my mom started off a salon because of Uppa's support. Uppa felt that if you like something, you should start it. അന്നൊരു മുസ്ലിം വനിത പാർലറൊക്കെ തുടങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ വീട്ടിൽ കേട്ടിട്ടുണ്ട്. ലൈക്ക് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അന്നൊക്കെ പാർലർ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അത്ര ഒരു നല്ല രീതിയിലല്ല അന്ന് ആളുകൾ കണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നി. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഇറ്റ്സ് ഡിഫറെൻറ്റ്. So, but then, like I said, my father has always told me that your mind is the biggest strength you should be having. അതിപ്പോൾ നാളെ ഈ ബിസിനസ്സൊക്കെ അടച്ച് പൂട്ടി ഞാനിപ്പോൾ വിചാരിച്ച പോലെ ഒന്നും വളർന്നില്ല, മൊത്തമായിട്ട് തകരാറായി ഇത് പൂട്ടിയാലും I know that I can survive somewhere else. ഓക്കെ I have a degree, I have an expertise that I can fit myself into anything.
ആൻഡ് ഐ വിൽ ഗ്രോ. ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എപ്പോഴും ചെറുപ്പം തൊട്ടേ ഐ തിങ്ക് ദാറ്റ് ഇസ് ബീൻ ഡെവലപ്ഡ്. ഒരു എക്സാമ്പിൾ പറയണമെങ്കിലേ, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചില ആളുകളൊക്കെ, പെൺകുട്ടികളൊക്കെ എന്തൊക്കെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ആളുകൾ താഴ്ത്തിട്ട് തുടങ്ങുന്നുണ്ട്, അവരുടെ വേഷത്തിനെ കുറിച്ചോ അവരുടെ ലുക്സിനെ കുറിച്ചോ ഇതൊക്കെ. സോ ബട്ട് ദെൻ my father's always told me, if there is a man who's always putting you down, even with your moral values ആണെങ്കിൽ അടക്കം, that is the only thing that he can do. ഒരു പെണ്ണിനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാർക്ക് അത് പറയാം, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ദ ഓൺലി തിങ് ദാറ്റ് ഹി കൻ ഡു, കം ഔട്ട് ഓഫ് ഇറ്റ്. സോ ഇപ്പോൾ നേരത്തെ സ്കൂളിൽ ഞാൻ പറഞ്ഞ ഒരാൾക്കാർ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, ഈ റൂമേഴ്സ് ദാറ്റ് കംസ് ഔട്ട് ചൈൽഡ്ഹുഡിലൊക്കെ, വെൻ ഐ യൂസ് ടു ടോക്ക് ടു മൈ ഫാദർ അബൌട്ട് ദിസ്, ഹി യൂസ് ടു സേ, നമുക്ക് എല്ലാവർക്കും സിനിമാക്കാരെ കുറിച്ചൊക്കെ പറയാൻ എന്തൊരു ഇൻട്രസ്റ്റാണ്, ഒരു ഗോസിപ്പിനെ കുറിച്ചൊക്കെ. പക്ഷെ അവർ വന്ന ഉടനെ തന്നെ നമ്മൾ പോയി ഫോട്ടോ എടുക്കില്ലേ? അതെന്തുകൊണ്ടാണ്? ഇഫ് യു ആർ ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, ഇഫ് യു ആർ ഇൻ ദ ഹോട്ട് സീറ്റ്, people will talk. So never think that everyone can like you. So when people talk, I take it very positively. Maybe I'm in the hot seat. That is it. So I must be doing something. So എല്ലാ നെഗറ്റീവിനെയും പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കാൻ I have trained my mind. But divorce was something, see, അതൊന്നും എന്നെ എഫക്ട് ചെയ്തിട്ടില്ല. അതിപ്പോൾ ഈ ആൾക്കാർ ഒരിക്കലും വിചാരിക്കും ഞാൻ എംപത്തറ്റിക് അല്ല, ഒട്ടും ഒരു ഇമോഷൻ ഇല്ലാത്ത കൊച്ചൊന്നും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഡിവോഴ്സ് ഡിഡ് എഫക്ട് മീ ഇൻ എ വെരി ബാഡ് വേ, എസ്പെഷ്യലി മൈ സെക്കൻഡ് വൺ. Wasn't easy to come out of it because എനിക്കതൊരു ക്ലോഷർ കിട്ടാത്ത റിലേഷൻഷിപ്പ് ആയിരുന്നു. The guy just left one day and it was very difficult for me as a person. I was seeing him for the longest time. അപ്പോൾ it was tough. പക്ഷേ I think as a woman of certain strength, അപ്പം ഞാൻ ഓഡിറ്റ് ചെയ്യും, എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. If he has to, if there was love, he would have stayed, you know. I can't just go behind something that did not seek my value. എന്നെ വാല്യൂ തോന്നിപ്പിക്കാത്ത ഒരു സാധനത്തിൻ്റെ ബാക്കിലേക്ക് പോകും. ഐ ഹാവ് ബിഗർ തിങ്സ് ടു ഡു ഓൾസോ. എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. ദാറ്റ് ഡിഡ് നോട്ട് ടേക്ക് ഓഫ്. ദാറ്റ്സ് ഇറ്റ്. ഐ മൈറ്റ് മേ ബി മാരി അഗൈൻ, ട്രൈ മൈ ലക്ക് അഗൈൻ, ഹൂ നോസ്, യുനോ. സോ ഈ ഡിവോഴ്സ് ചെയ്തത് കൊണ്ട് ഞാൻ എങ്ങനെ ഇത്രയും അങ്ങനെയൊന്നും ചോദിക്കരുത്. ഇറ്റ്സ് നോട്ട് റൈറ്റ്. മൈൻഡ് സെറ്റ് ആയിന്ന് വരില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. സംതിങ് ദാറ്റ് ഡിഡ് നോട്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തോരം കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്, പക്ഷെ you still aren't speaking to me, you know, you've achieved your success. So some things doesn't work. I still have focus to go on. അതിൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിഷമിപ്പിക്കും. എന്താ പറയുക, ഈ പറഞ്ഞ ഈ പ്രായത്തിൽ ലോൺലി ഒക്കെ ആവാം എന്നൊക്കെ. let me put that across to the audience, you know. So വീട്ടുകാർ ചിലപ്പോൾ പറയായിരിക്കും, നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല, നമുക്ക് പാർട്ട്നേഴ്സ് ഇനി ഇല്ലാണ്ട് വയസ്സാകുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ ജോക്കിംഗ്ലി ആസ്ക് മൈ പേരൻസ് ഓൾസോ. ഞാനിപ്പോൾ ഒരാളെ കല്യാണം കഴിച്ച്, ഇപ്പോഴത്തെ ആൾക്കാർ ഇതേ 42-ലൊക്കെയാണ് അറ്റാക്ക് ഒന്ന് മരിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചത് അയാൾ ഇപ്പോൾ അടുത്ത കൊല്ലം മരിച്ചാൽ ഞാൻ വീണ്ടും കല്യാണം കഴിക്കണോ? സോ ദിസ് ഇസ് നോട്ട് മൈ പാറ്റേൺ. ഐ കാൻ കീപ് ഡൂയിങ് ദാറ്റ്. സോ I having a partner should be when there is equal respect. It's a teamwork, you know. It's something that you want to be with that person. If it doesn't work, you have other things in your life as well. So you're building yourself. You want to do it with a partner, it's your choice. But I will still build my life. I want to have a quality life. So I think, I think on that terms. Thank you for the answer. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ മെന്റലിസ്റ്റ് വന്നപ്പോൾ അവർക്ക് ടാസ്ക് കൊടുത്തിന്. അപ്പോൾ ഡോക്ടറിന് ഒരു ടാസ്ക് തരാം. ഡോക്ടറിന് ഞങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പുതിയൊരു ഫോട്ടോയും പഴയ ഒരു ഫോട്ടോയും കാണിച്ചിടാം. എന്തൊക്കെ വർക്ക് ഫേസിൽ ചെയ്തിട്ടുണ്ടെന്നൊന്ന് പറയണം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഓരോ ആൾക്കാരും മുഖമൊക്കെ ചെയ്തിട്ട് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത്. സോ ഒരു ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് അത് സർജിക്കൽ കറക്ഷൻ ആണോ നോൺ സർജിക്കൽ കറക്ഷൻ ആണോ എന്നുള്ള പ്രിസൈസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഐ കൻ മേക്ക് എ ഗുഡ് ഗെസ് ഔട്ട് ഓഫ് ദി എക്സ്പീരിയൻസ്. ഓഫ് കോഴ്സ് ഇതിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് മൂപ്പര് പല്ല് കറക്റ്റ് ചെയ്തില്ല. ദാറ്റ് ഇസ് വിനിയേഴ്സ്. ഐ എം ഷുവർ ഇറ്റ് മസ്റ്റ് ബി വിനിയേഴ്സ്. സോ ദാറ്റ് ദർ ഇസ് എൻ aesthetic correction which I'm sure that all of your audience watching this photo might, I'm sure they'll understand this. ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഹി ഹാസ് എ വെരി ഷൈനി ഫോർഹെഡ് ബിക്കോസ് യങ്ങർ ഏജിൽ കുറച്ചൊരു സ്റ്റാറ്റിക് ലൈൻ ഞാൻ ഇവിടെ കണ്ട്. അതൊന്നും ഇപ്പോഴത്തെ ഫോട്ടോസിലില്ല. പക്ഷെ ഹി സ്റ്റിൽ കെപ്റ്റ് ക്രോസ് ഫീറ്റ്. അപ്പൊ എസ്തെറ്റിക്കലി നല്ലൊരു ബോട്ടോക്സ്. പിന്നെ പണ്ട് ചിരിക്കുമ്പോൾ ഒരു ഗംസ് കാണാം. അപ്പൊ ഗമ്മി സ്മൈൽ ആയിരുന്നു. ഇപ്പൊ ചിരിക്കുമ്പോൾ അധികം കാണുന്നില്ല. അല്ല, ബോട്ടോക്സ് ചെയ്താൽ മതി. ബോട്ടോക്സ് വെച്ച് ഗമ്മി സ്മൈൽ കറക്റ്റ് ചെയ്യാം. സോ ഐ തിങ്ക് ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട്. സോ ഐ കാൻ പ്രിസൈസ്ലി സേ ഇപ്പോൾ കറക്റ്റ് നല്ലൊരു എക്സ്ഫോളിയൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു സ്കിൻ കെയർ
ചെയ്ത് ന്യൂട്രീഷൻ നല്ലതാണെങ്കിൽ ഈ റിസൾട്ട് ബോട്ടോക്സ് ഇല്ലാതെയും കിട്ടാം. കാരണം അത്ര ലൈൻസ് ഒന്നും ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പല്ലാണ് മേജർ ഒരു കറക്ഷൻ ദാറ്റ് ഇസ് ബീൻ ഡൺ. ഓക്കെ. ഡോക്ടർ ഇൻ്റെ ഒരു സ്കിന്ന് ഫ്രം ഓൺ സ്കെയിൽ ഫ്രം 1 to 10 റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൗ മച്ച് വുഡ് യു ബി ആബ്സല്യൂട്ട്ലി ഓണസ്റ്റ്? ഹൗ ഓൾഡ് യു? 28, പൊടി 29. അലർജി എങ്ങനെ? പൊടി അലർജി ഇല്ല. എന്തെങ്കിലും ഉണ്ടോ? നത്തിങ്. Nothing. മൈഗ്രെയിൻ, സൈനസൈറ്റിസ് അങ്ങനത്തെ ഒന്നുമില്ല. യു സെഡ് യു 20, 28. 28. ഓക്കെ. അല്ല ഒരു 1 to 10 റേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ഹവ് ലൈൻസ്. ഇപ്പൊ Okay. 28 വയസ്സായവർക്ക് ഇത്രയും ലൈൻസ് ഒന്നും പാടില്ല. മസ്റ്റ് ബി കോൺസ്റ്റന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്. യു ഗോട്ട് മാരീഡ്? ഇത് 2 കൊല്ലം കൊണ്ടുള്ള സ്ട്രെസ് ആണോ? ലൈൻസ് കാര്യമില്ലല്ലോ. ജസ്റ്റ് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് യു ഹാവ് എ ഗുഡ് സ്കിൻ, യു ഹാവ് ഫെയർലി ഗുഡ് സ്കിൻ. കാരണം സ്കിന്നിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ യെസ് യു ഹാവ് എ ക്വാളിറ്റി ഓഫ് എ 28-year-old. Maybe a little lesser, I would say. Pore quality is fantastic. I don't see ഒരു dryness, sensitive factor. Maybe cold currentൽ ചില ഏരിയാസ് ചിലപ്പോൾ ഒന്ന് ഡ്രൈ ആവാന്നല്ലാതെ അതും എക്സ്റ്റേണൽ ഒരു ഡ്രൈനെസ് മാത്രം. ഇന്റേണൽ ഡ്രൈനെസ് അങ്ങനെ വരാൻ ചാൻസസ് ഇല്ല. ടെക്സ്ചർ സീംസ് ടു ബി ഓക്കെ. ചെറിയൊരു ഫൈൻ ലൈൻസ്. 1 session of Botox is all that it takes. അടുത്തത് ടോൺ. യു ഹാവ് എ ഗുഡ് ടോൺ. അപ്പോൾ Okay. മേജർ ബോക്സസ് ഒക്കെ ടിക്ക് ചെയ്തിട്ടുണ്ട്. സോ യു ഹാവ് ഗുഡ് സ്കിൻ. ബോട്ടോക്സിൻ്റെ ഒരു സെഷൻ എത്ര ആവും ആവറേജ്? ഡിസ്കൗണ്ട് വയ്ക്കാനാണോ? നമ്മൾ ഫ്രീ ആയിട്ടൊന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഡിസ്കൗണ്ട് ഒന്നും ഞങ്ങൾ ചോദിക്കില്ല. അല്ല ജനറൽ ഓഡിയൻസിനൊന്ന് മനസ്സിലാണ് ബോട്ടോക്സിൻ്റെ ഒരു സെഷൻ എത്ര ആകും എന്നുള്ളത്. ഒരു പെർ യൂണിറ്റ് ഒക്കെ റൈറ്റ് ഫ്രം 300 to 400 rupees പെർ യൂണിറ്റ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്യാം. സോ ഇൻ യോർ കേസ് മസ്റ്റ് ബി സം 25-30 units. So it'll come up to 12,000, 10,000 ആ റേഞ്ചിലൊക്കെ. Less than 15K for sure. ഒറ്റ സെഷൻ Yeah, one session. എത്ര What നേരം it എടുക്കും? takes എത്ര നേരം എടുക്കും ചെയ്യാൻ? half an hour. ആ മതി. Yeah. 1 time സിറ്റിംഗ് ഓവർ. അല്ലല്ല, ഇതൊരു റിപ്പീറ്റേഷൻ വരും. ആൾക്കാർ ചോദിക്കും ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കണ്ടേ എന്നുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊന്നുമില്ല. കാരണം ഇപ്പൊ നിങ്ങൾക്കൊരു 1, 2, 3 പേരെ എനിക്ക് കാണും നെറ്റിയിൽ. 3 പേര് ഞാൻ ഇപ്പോൾ ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഞാൻ 3 ബോട്ടോക്സ് 3 ഇഞ്ചക്ഷൻ തന്നു എന്ന് വിചാരിക്കുക. ഈ 4ാമത്തെ 5ാമത്തെ മാസം ആകുമ്പോൾ മിക്ക ക്ലിനിക്കും അതാ പറയാ എല്ലാ 4-5 മാസം ആകുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ചോദിക്കാം അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം 4ാമത്തെ മാസം 3 പേരെ ഒറ്റടിക്ക് ഇപ്പോൾ രാവിലെ അവിടെ വന്നത് തെളിഞ്ഞു വരില്ലല്ലോ. ഒരു ലൈൻ ചിലപ്പോൾ വരും. അതിന് ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ ഒരു 1-1.5 കൊല്ലത്തേക്കൊക്കെ നിൽക്കും നിങ്ങളുടെ പ്രായത്തിൽ. അപ്പോൾ വൺസ് ഇൻ ഇയർ കം ഫോർ എൻ ഇവാലുവേഷൻ ആഫ്റ്റർ ഫസ്റ്റ് സെഷൻ ഓഫ് ബോട്ടോക്സ്. വെൻ യു വോണ്ട് എ ബൂസ്റ്റർ ഡോസ് നിങ്ങൾ എന്നെ മിററിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. എനിക്ക് 4ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും ഒരു ലൈൻ വന്നല്ലോ എന്നുള്ളത്. പിന്നെ ബൂസ്റ്റർ ഡോസ് അറിയുമ്പോൾ ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു അടുത്ത ലൈൻ വരുന്നത്. അങ്ങനെ നോക്കി ചെയ്താൽ മതി. There will be a repetition, but the frequency of the repetition, if there is a good doctor to guide you, you will not have to keep repeating it. റൈറ്റ്. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ നേരത്തെ ഓഫ് ക്യാമറ സംസാരിച്ചിരുന്നു, ഗ്രേ ഹെയർ ഒരുപാട് കൂടി വരുന്നുണ്ട് 20s ഏജിലുള്ള ആൾക്കാർക്ക്. അതിനി കുറക്കാൻ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഗ്രേയിങ് ആണോ ചോദിച്ചാ? അതെ, കുറയ്ക്കാൻ സ്ട്രെസ് കുറയ്ക്കണം. സ്ട്രെസ്, B12 ഡെഫിഷ്യൻസി, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഓൺ ടൈം കറക്റ്റ് ചെയ്യണം. വാസ്കുലാരിറ്റി സ്കാൽപ്പ് ഒന്ന് ബെറ്റർ ആക്കുക. അതൊക്കെ തന്നെ. എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്ത് ഞാൻ എങ്ങനെ ഗ്രേ കുറയാന്ന് അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു സ്ട്രെസ് മാനേജ്മെൻറ്റിന് ദർ ഈസ് ഇനഫ് ആൻഡ് മോർ തിയറി ഓൺ ദാറ്റ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ബ്ലഡ് സർക്കുലേഷൻ ടു യുവർ ഈച്ച് ഫോളിക്കിൾസ് ഗെറ്റ് ബെറ്റർ. സ്ട്രെസ് കാരണമുള്ള ഫോളിക്കിൾ ഷ്രിങ്കേജിനൊക്കെ അതിന് അഗെയിൻസ്റ്റ് ഇതാക്കും. ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ. ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ. അതുപോലെ വിച്ച് ഇസ് ദി മോസ്റ്റ് ടഫസ്റ്റ് തിങ് ടു ഡു നൗ. നമ്മൾ ഈ ഹോട്ട് വാട്ടർ ഷവർ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം. അപ്പോൾ യൂറോപ്പിലൊക്കെ ഞങ്ങൾ വിൻ്റർ ആയാൽ അത് നിർബന്ധം ഹോട്ട് വാട്ടർ ഷവർ. അത് പ്രോബ്ലം ആണോ ഹെയറിൽ? എക്സ്ട്രീം ടെമ്പറേച്ചർ എപ്പോഴും നമ്മുടെ ബോഡിയിൽ വന്ന് വീഴുമ്പോൾ അതിൻ്റെതായ ഡ്രൈനെസ്സും സ്കിന്നിന് ഒരു റിപ്പയർ മോഡിലോട്ട് വീടും. പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നിങ്ങൾ എപ്പോഴും ഈ തണുത്ത വെള്ളം വെച്ച് കുളിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി സ്കിൻ വിൽ ഗെറ്റ് ഡ്രൈ. ഏജിങ്ങിനുള്ള തണുത്ത വെള്ളം ഓഫ് കോഴ്സ് ഏജിങ് ബിക്കംസ് ഫാസ്റ്റർ. അതുകൊണ്ടല്ലേ നിങ്ങൾ യൂറോപ്യൻസ് നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങളെക്കാട്ടും കൂടുതൽ പ്രായമാണ് അവർക്ക് തോന്നുന്നത്. അവർക്കൊക്കെ ഭയങ്കര റിങ്കിൾസ് ആയിരിക്കും. കാരണം തണുത്ത കാറ്റിങ്ങനെ അടിച്ചടിച്ച് കാരണം സ്കിന്നിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുക, ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒബ്വിയസ്ലി യു വിൽ ഏജ് ഫാസ്റ്റർ. സ്കിന്നിൽ എപ്പോഴും വാട്ടർ എങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കേണ്ടത്. ദാറ്റ് ഈസ് എ റൈറ്റ് ആൻറ്റി ഏജിങ്. അതേ ആൾക്കാർ ഇത്ര സീറോം കാര്യങ്ങളൊന്നും വേണ്ട. സ്കിന്നിൽ ഒരു മോയ്സ്ചർ കപ്പാസിറ്റി ബെറ്റർ ആക്കിയാൽ മതി ത്രൂ ഫുഡ്, ത്രൂ യുവർ പ്രോഡക്ട്സ്. ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, ഏജിങ് കുറക്കാന്നല്ല. ഏജിങ് അങ്ങനെ കുറയ്ക്കാൻ പറ്റുമല്ലോ ധാരാളം. ദാറ്റ്സ് ഗുഡ് ഇനഫ്. അല്ലാതെ ആൻറ്റി ഏജിങ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് നൗ. ഞാൻ ഈ പറഞ്ഞ ഒരു സെല്ലുലർ ലെവൽ ഓഫ് കറക്ഷനൊക്കെ ഡോക്ടർ ഇബ്രാഹിനൊക്കെ അങ്ങനത്തെ ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്.
That science has to be practiced, and it's an expensive science to practice, unfortunately, right now. ബ്രയാൻ ജോൺസൺ അല്ലല്ലോ ഫസ്റ്റ് പേഴ്സൺ ടു ഡു ദിസ്. അതിന്റെ മുമ്പ് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ അങ്ങനെ? സ്കെയിലിൽ ചെയ്യുന്ന ഫസ്റ്റ് ആളെ തോന്നുന്നു. ഇതൊന്ന് ഇത്ര ഒരു വിസിബിൾ പ്ലാറ്റ്ഫോമിന് മൂപ്പരാണ് വന്നത്. പല ടെക്നീക്സും പറയുന്നുണ്ട്. പ്ലാസ്മ ഡൊണേഷൻ പറ്റിയിട്ടാണ് വേണ്ടത്. മകന്റെ അടുത്ത് പ്ലാസ്മ മേടിച്ചു. പ്ലാസ്മ എക്സ്ചേഞ്ച് ഒക്കെ ആക്ച്വലി പണ്ടേ ഒരു റീജനറേറ്റീവ് മെഡിസിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. അത് ബ്യൂട്ടിക്ക് വേണ്ടി ആൻറ്റി ഏജിങ് എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റിലോട്ട് ഇപ്പോഴാണ് വന്നത്. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണത്, ഈ ഏജിങ് എന്നുള്ള കോൺസെപ്റ്റ് ഭക്ഷണം, എൻവയൺമെന്റ്, ജെനറ്റിക്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം. സോ ഇത് ഒപ്റ്റിക്സിൽ ഏജ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ മതി, ഞങ്ങളുടെ സിസ്റ്റം മതി. ഉള്ളിനെ ഏജ് ചെയ്യാതിരിക്കണമെങ്കിൽ പല കാര്യങ്ങളും നോക്കണം. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്നതും യോഗ ചെയ്യുന്നതും നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്നതും ബ്ലഡ് സർക്കുലേഷൻ, മെഡിറ്റേഷൻ ഒക്കെ വേണം. പക്ഷെ നമ്മുടെ ഈ തിരക്കുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് നിങ്ങളത് പ്രയോറിറ്റൈസ് ചെയ്യുക? ആൻഡ് വി ഡോണ്ട് ലിവ് ഇൻ കൺട്രീസ് ലൈക്ക് ഈ വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു പെർട്ടിക്കുലർ ടൈമിനൊക്കെ ശേഷം നിങ്ങളുടെ ബോസ് നിങ്ങളെ വിളിച്ചത് ലീഗൽ പ്രോബ്ലംസ് ഒക്കെ ആവുന്ന കൺട്രീസ് ഉണ്ട്. ഇവിടെ 10 മണിക്കും 12 മണിക്കും ക്ലയൻസ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിലും. സോ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്നുള്ളവനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ വർക്ക് ലൈഫ് ബാലൻസ്. I don't think work-life balance is a myth, according to me. You want to achieve something, you have to prioritize certain things and pace. And So mental life on the body അടിപൊളിയാക്കി. I concentrate major on that. കാരണം ചുറ്റുമുള്ള ആളുകൾ, നമ്മൾ നിൽക്കുന്നൊരു എൻവയൺമെന്റ് അതാ. നിങ്ങൾ പറയുന്നത് എന്നെ എഫക്റ്റ് ചെയ്യാതിരിക്കാനും ഐ ഹാവ് ടു ബി റിസെപ്റ്റീവ് ടു ക്രിറ്റിസിസം. ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്ത ഡോക്ടർ ശരിയായിട്ടില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ഐ ഹാവ് ടു ഇവാലുവേറ്റ്. അയാൾ പറഞ്ഞൊരു സെൻറ്റൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനും എനിക്കൊരു മൈൻഡ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ലിറ്റിൽ തിങ്സ് ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അവർ പേരൻസ് ആർ ഓൾഡ്, കിഡ്സ്, മൈ ചൈൽഡ് ഇസ് 18 years old, ആൻഡ് ഒബ്വിയസ്ലി മൂപ്പരുടേതായ പ്രശ്നങ്ങളുണ്ടായിരിക്കും, ഓൾഡ് ഏജ് പ്രോബ്ലംസ് വിത്ത് പേരൻസ്. So you are in a chaotic environment. How do you find your peace in between all this? So mind is everything. Okay. And അതിന് മൈൻഡ് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ലെവലും കൂടെ. At a particular age, if you achieve certain things through your career, through your experience in life, you being a traveler and all of that brings in a lot of confidence. അതിൻ്റെ കൂടെ ഒപ്റ്റിക്സിലും കൂടി നമുക്ക് കുറച്ച് ഭംഗിയുണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻസാണ്. അത് മതി നമ്മുടെ മൈൻഡ് പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടി. സോ ദാറ്റ് ഇസ് വാട്ട് ഞങ്ങളുടെ മോട്ടോ ഇസ് ഓൾസോ ദാറ്റ് യു ബെറ്റർ ദാൻ യു തിങ്ക്. നമ്മളെ കാണുന്നതിനെക്കാട്ടും ആക്ച്വലി നമ്മൾ അടിപൊളിയാണ്. ചില കാര്യങ്ങൾ ഇതുപോലെ ഫിറ്റ് ഇൻ ചെയ്താൽ വി ആർ ഓൾ സൂപ്പർ ഹ്യൂമൻസ്. So being an entrepreneur or being somebody like Brian and all of that, you just need to observe your pattern, your mind pattern, your health pattern, how your body, the agility, your physical strength. Keep auditing all of that. And how do you keep correcting it? And then I think, yeah, everyone will excel in life. Okay. ഈ പേരിന്റെ പിന്നിൽ ആരാ? Therefore I am. Oh, it's a big branding team from Delhi and so അടിപൊളി ചെയ്തിട്ടുണ്ട് അവര്. പക്ഷേ ഇത് നാട്ടുകാർക്ക് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. There was this a good friend, an actor who is also very famous Malayalam industry. He's a director, actor and all that. വളരെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഞാൻ എൻ്റെ ഈ പേര് ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലു, നീ ഇത് കഷ്ടപ്പെടുന്നു ഈ പേരും കൊണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞു. ബട്ട് എന്നെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ഈ IRS ഓഫീസേഴ്സും മറ്റ് അത്ര ബിസിനസ് ആ ഒരു ദാറ്റ് ഗ്ലോബൽ എക്സ്പോഷേഴ്സ് കിട്ടിയ ആൾക്കാരൊക്കെയാണ്. പക്ഷെ I'm hoping, no, I still don't want to give up. I want to still establish the true meaning of therefore I am. Okay. നാട്ടില് I'm trying. Yes. All the best. Thank you. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. വീണ്ടും ഒരു സെഷൻ തന്നതിന് നമുക്ക് ഇനിയും കണക്ട് ചെയ്യണം. All the best for your I was very excited when you called me for a second time because interviews like this doesn't happen much. It's always a very formal interview. കുറേ പേര് വിളിക്കാൻ ഞാൻ വളരെ സെലക്റ്റഡ് പ്ലാറ്റ്ഫോംസിലേ കൊടുക്കാറുള്ളൂ. I think I reached out to you guys first, isn't it? Yeah, and you did not. And I was even thinking that I was very happy when you said that, no, we don't charge people for interview, which also shows your passion and authenticity on putting out right information to your audience also. So I'm very glad that you called me again because somewhere I loved it. ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു എപ്പിസോഡ്. ഇപ്പോൾ വുമൺ സൈഡിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഞങ്ങളിൽ കൂടുതൽ മെൻ ഓഡിയൻസ് ആണ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് പറ്റിയ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇസ് ദ റൈറ്റ് പേഴ്സൺ.
Thank you. ഇനി യൂറോപ്പിലോട്ട് യാത്ര ഉണ്ടോ ഇപ്പോൾ അടുത്തെങ്ങാനും? My son is studying in Switzerland. Oh. He's studying in a little different schooling system, as in St. Gallen Lana. It's called Institute of Rosenberg. Commercially, it's the most expensive school in the world. Erose and Institute of Rosenberg എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ച് സ്കൂളിൽ ഇപ്പം ഇത്രയും കാശ് കൊടുത്തിട്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് കരൺ ജോഹറിൻ്റെ ഒരു സെറ്റാ, സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ സെറ്റാ. അങ്ങനെയൊന്നും അല്ല. ഐ തിങ്ക് വെൻ ഐ വെൻ ദർ ഐ ഓൾസോ വാസ് ദി മാനേജ്മെന്റ്, വൈ ഇസ് യുവർ സ്കൂൾ സോ എക്സ്പെൻസീവ്? Because of the system that they are putting in, because they have a robotic dog, they have industry experts going in the office, no Vitred office naka they're coming on board. So which I think ende mindset aanadu, because I wanted to study something different after my MBBS. I also wanted my son to be exposed to such systems, because I've never asked him what do you want to become. But it's important as a mother, I think I wanted to expose him to certain educational system at this point of time. Okay. ഒരു കൺവെൻഷണൽ സിസ്റ്റം അല്ലാതെ ഹൗ ഡു യു ഫിറ്റ് യുവർ സെൽഫ് ഇൻ ടു സർട്ടൻ ഗ്രോത്ത് പേസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വോണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ആ സ്കൂളിൽ ഞാൻ ഇട്ടത്. എത്ര വർഷമായി അവിടെ? No, he's just joined actually. Okay. He was in SIST. It's a similar Swiss schooling system തന്നെയായിരുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോസൻബർഗിൽ ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. So which is why I'm very frequent in Europe because of this. My father also has a company in Austria and London. It's called Aqua Constructions. Okay. It's a desalination plant. It's based out of Austria. പിന്നെ Cumberland എന്ന് പറഞ്ഞിട്ട് ലണ്ടനിലും we have our another line of our family business and all that. അതുകൊണ്ട് I'm very frequent in that part of the world. Okay. So ഒരു- yeah, because of പോളണ്ടിൽ travel. എന്തായാലും വരണം ഒരു തവണ. You will show you I was asking your wife now, no, പോളണ്ടിൽ Okay. എന്താ ഉള്ളതെന്നുള്ളത്. പോളണ്ട് വേണം. കുറിച്ച് പറയാൻ അത് മാത്രമേ ഞങ്ങൾക്കും അറിയുന്നുണ്ടായിരുന്നു മുമ്പ്. നോ ബട്ട് ബിക്കോസ് അതൊക്കെ ഒരു ഹോളിഡേ ആയിട്ടുള്ള എനിക്ക് വരുന്നത്. പക്ഷെ ഞാൻ ട്രാവൽ ചെയ്യുന്നത് എപ്പോഴും ഒരു റീസൺ കാരണം. ആൾക്കാർ എപ്പോഴും എനിക്ക് ഓൾവേസ് ഓൺ ദ മൂവ് എന്ന് പറയുമ്പോൾ ഐ ഹാർഡ്ലി ടേക്ക് ഹോളിഡേയ്സ്. ബട്ട് ലക്കിലി ലൈക്ക് ഐ എം ഗോയിങ് ടു വിവ മൈർ ഓസ്ട്രിയ ഫോർ ദിസ് എന്നൊക്കെ. അപ്പോൾ ഒരു ഐ ഹാവ് ട്രാവൽസ്. ഐ എം ഗ്ലാഡ് ഐ ഹാവ് ഇനഫ് ട്രാവൽസ് ടു കീപ് മൈ മൈൻഡ് ഓക്കെ. പീസ്ഫുൾ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.